നമസ്കാരം, ഞാൻ ആമിര. നെടുമങ്ങാട് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യൽ സയൻസ് ക്ലബ്ബ് ആദ്യമായി വെർച്വൽ പ്ലാറ്റ്ഫോമിലൂടെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ലോകം കോവിഡ് എന്ന മഹാമാരിയെ അതിജീവിക്കാനുള്ള പോരാട്ടത്തിലാണ്. ഓർക്കുക, മാസ്ക് ധരിക്കുന്നതും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും കൈകൾ ഇടയ്ക്കിടയ്ക്ക് സാനിറ്റൈസ് ചെയ്യുന്നതും നമ്മുടെ ശീലമാക്കുക. ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടത്. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ശ്രീമതി മിനി ടീച്ചർ, ബഹുമാനപ്പെട്ട HM ശ്രീ ഹരിദാസൻ സാർ, ഡെപ്യൂട്ടി HM ശ്രീമതി സിന്ധു ദേവി ടീച്ചർ, PTA പ്രസിഡന്റ് ശ്രീ പേരേം ജയൻ സാർ, SRG കൺവീനർ ശ്രീമതി രാജേശ്വരി ടീച്ചർ, മറ്റ് അധ്യാപകരെ, പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ, ഇന്ന് 2020 ഓഗസ്റ്റ് 15. 3.5 നൂറ്റാണ്ടുകാലത്തെ വൈദേശിക ഭരണത്തെ ആയുധം കൊണ്ടും അഹിംസ കൊണ്ടും ചെറുത്തു തോൽപ്പിച്ച് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയിട്ട് ഇന്നേക്ക് 73 വർഷം. രാജ്യം ഇന്ന് 74ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. അഹിംസ എന്ന 3 അക്ഷരത്തിനും മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാഗാന്ധിക്കും മുന്നിൽ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന് അടിയറവ് പറയേണ്ടി വന്നു. ഭാരതീയൻ എന്ന നിലയിൽ ഈ സ്വാതന്ത്ര്യദിനത്തിന്റെ ആവേശം ഉൾക്കൊള്ളുന്നതോടൊപ്പം നമ്മുടെ നാടും രാജ്യവും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ കോവിഡ് എന്ന വലിയ മഹാമാരിയെ എത്രയും പെട്ടെന്ന് അതിജീവിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വെർച്വൽ പ്ലാറ്റ്ഫോമിലൂടെ സോഷ്യൽ സയൻസ് ക്ലബ്ബ് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിലേക്ക് എല്ലാവരെയും ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി സ്വാതന്ത്ര്യദിന സന്ദേശം തരുവാനായി നെടുമങ്ങാട് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ ശ്രീമതി മിനി ടീച്ചറിനെ ഈ വെർച്വൽ പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. 74ാം സ്വാതന്ത്ര്യദിനം, ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഭാരതം ഇന്ന് 74ാം സ്വാതന്ത്ര്യദിനം വളരെ സമുചിതമായി ആഘോഷിക്കുന്നു. പക്ഷേ സമുചിതം എന്ന് പറയുമ്പോഴും നമുക്കറിയാം, ലോകം നേരിടുന്ന ഈ മഹാമാരിയിൽ നമ്മൾ കോവിഡ് പ്രോട്ടോക്കോളൊക്കെ പാലിച്ചുകൊണ്ട് വളരെ ലളിതമായി തന്നെ വെർച്വൽ ഡിസ്റ്റൻസും അതും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ഒക്കെ പാലിച്ചുകൊണ്ട് ആഘോഷിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. അപ്പോൾ ഈ അവസരത്തിൽ ഈ സ്വാതന്ത്ര്യം നേടിത്തന്ന ധീര ജവാന്മാരെയും ദേശീയ നേതാക്കളെയും ത്യാഗോജ്വലമായ പോരാട്ടങ്ങളിലൂടെ ജീവത്യാഗം നടത്തിയ ഒട്ടേറെ ധീര ദേശാഭിമാനികളുണ്ട്. തൻ്റെ ജീവിതമാണ് തൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞ മഹാത്മജിയുടെ നേതൃത്വത്തിൽ നമുക്കറിയാം മഹാത്മജി 1917 ബീഹാറിലെ ചമ്പാരൻ ഗ്രാമത്തിലെ കർഷകരുടെ മുമ്പ് ഒരു പ്രക്ഷോഭവുമായി സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇറങ്ങിയതാണ്. പിന്നെ സ്വാതന്ത്ര്യ സമരത്തിനൊരു വേറിട്ട മുഖമായിരുന്നു. ലോകരാഷ്ട്രങ്ങളിലെങ്ങും ഇല്ലാത്ത തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യ സമര ചരിത്ര പാരമ്പര്യമാണ് നമുക്കറിയാം. ഗാന്ധിജിയുടെ നേതൃത്വം എന്ന് പറയുമ്പോൾ അഹിംസയും സത്യാഗ്രഹവുമാണ്. ഈ അഹിംസയും സത്യാഗ്രഹവും സമരമുറകളാക്കിക്കൊണ്ട് നേടിയ സ്വാതന്ത്ര്യം, സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തെ അർത്ഥനിഗ്നനായ ഫക്കീർ എന്ന് ചർച്ചിൽ കളിയാക്കി വിളിച്ച ആ കൃശഗാത്രനായ ഒറ്റ തോർത്തുമുണ്ട് ഉടുത്ത ആ മനുഷ്യൻ്റെ കീഴിൽ ഈ രാഷ്ട്രം ബ്രിട്ടീഷ് സാമ്രാജ്യം മുട്ടുകുത്തുമ്പോൾ നമ്മളെല്ലാം അഭിമാനപുരസ്സരം അത് നേടിത്തന്ന ധീരദേശാഭിമാനികളുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ ഒരു നിമിഷമെങ്കിലും ഈ ദിവസമെങ്കിലും നമ്മൾ ഓർക്കുക. ഒപ്പം തന്നെ നമ്മൾ ഇപ്പോൾ നേടിയ അക്ഷീണ പരിശ്രമത്തോടെ ജയിലിൽ ജീവനും ജീവിതവും കളഞ്ഞു തന്ന ഈ സ്വാതന്ത്ര്യം ഇപ്പോൾ നമ്മൾ അത് അർഹിക്കുന്ന ആ ഒരു ബഹുമാനത്തോടെ അതിനെ കാത്തു സൂക്ഷിക്കുന്നുണ്ടോ എന്നോർക്കുക. ഇപ്പോൾ ഭീകരവാദവും മറ്റ് വിധ്വംസ പ്രവർത്തനങ്ങളും മദ്യം, മയക്കുമരുന്ന്, കള്ളക്കടത്ത്, ചാരപ്രവൃത്തി തുടങ്ങിയ ഒട്ടേറെ ഛിദ്രങ്ങളായ പ്രവൃത്തികൾ, അതുപോലെ തന്നെ മതനിരപേക്ഷത, മതേതര രാഷ്ട്രമെന്ന സ്വപ്നമായിരുന്നു ഈ ദേശീയ നേതാക്കൾ. വർഗീയതയും ജാതി, മത, വർണ്ണവർഗ ഭേദങ്ങളൊന്നുമില്ലാതെ തന്നെ നല്ല ഒരു നാളേക്ക് വേണ്ടി സമാധാനവും സന്തോഷവുമുള്ള ലോകമഹാമാരിയിൽ നിന്നും മനുഷ്യനിർമ്മിതങ്ങളായ ദുരന്തങ്ങൾ സൃഷ്ടിക്കപ്പെടാത്ത ഏതൊരു പാതിരാത്രിയിലും ഇന്ത്യയുടെ ഏതൊരു നഗരപ്രദേശത്തൂടെയും ഒറ്റയ്ക്കൊരു സ്ത്രീക്ക് നടന്നു പോകാൻ പറ്റുന്ന ഇനിയൊരു ഉത്തരമാരുണ്ടാകാത്ത ഒരു നല്ല നാളേക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒപ്പം ഭാരതത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും കാത്തു സൂക്ഷിക്കാനും യശസ് വാനോളം ഉയർത്താനും നമ്മുടെ ഭാരതത്തിന്റെ പേര് ലോകരാഷ്ട്രങ്ങളിൽ ഏറ്റവും മുന്നിൽ വരാനും നമുക്ക് കഴിയട്ടെ. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാം. മനസ്സുകൊണ്ട് അതിന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് എല്ലാവർക്കും 74ാം സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. അടുത്തതായി നമ്മുടെ HM ശ്രീ ഹരിദാസൻ സാറിനെ ഇതുപോലെ തന്നെ നമുക്ക് ചെറിയൊരു സന്ദേശം തരുവാനായി ഞാൻ സ്വാഗതം ചെയ്യുന്നു.
പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയതിൻ്റെ ആഘോഷം ഇന്ത്യയിലെങ്ങും നടക്കുകയാണ്. 1947 ആഗസ്റ്റ് 15 നമ്മുടെ രാജ്യം ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടി. ത്യാഗോജ്വലമായ സമരമുറകളിലൂടെ നമ്മുടെ ധീര ദേശാഭിമാനികളായ മഹാത്മാഗാന്ധിജി, നെഹ്റു, വല്ലഭായ് പട്ടേൽ, സുഭാഷ് ചന്ദ്രബോസ്, അതുപോലെ നിരവധി ആളുകളുടെ, ഭഗത് സിംഗിനെ പോലെയുള്ള ധീരദേശാഭിമാനികളുടെയൊക്കെ ത്യാഗോജ്വലമായ സമര രീതിയിലൂടെയാണ് നമുക്ക് 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. ഈ സ്വാതന്ത്ര്യ സമരത്തിൽ മുഖ്യധാരയിലല്ലാതെ ധാരാളം ആളുകൾ, നമ്മളറിയപ്പെടാത്ത ഒരുപാട് ആളുകൾ അവരുടെ ജീവിതം ഈ സമര തീച്ചൂളയിൽ അർപ്പിച്ചവരാണ്. അവരെയും നാം ഈ സമയത്ത് സ്മരിക്കുകയാണ്. ഇന്ത്യ വർഷങ്ങളോളം ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിന് കീഴിലായിരുന്നു. നമ്മുടെ സ്വാതന്ത്ര്യം അവരുടെ കാൽ കീഴിലായിരുന്നു. വിദ്യാഭ്യാസപരമായും സാമൂഹിക സാംസ്കാരപരമൊക്കെ തന്നെ ബ്രിട്ടീഷുകാർ നമ്മളെ തരം താഴ്ത്തിയൊരു കാലഘട്ടമായിരുന്നു അത്. നമ്മുടെ സമ്പത്തിൻ്റെ സിംഹഭാഗവും അവർ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയി. ഇന്നും വിദ്യാഭ്യാസപരമായും ആരോഗ്യപരമായും നാം ഇന്ത്യക്കാർ പല സ്റ്റേറ്റുകളും നാം വളരെയധികം പുറകിലാണ്. ആ വിദ്യാഭ്യാസവും ആരോഗ്യപരമായ കാര്യങ്ങൾ വീണ്ടെടുക്കുന്നതിനും നമ്മുടെ രാജ്യത്തിൻ്റെ സാംസ്കാരികവും സാമൂഹികമായ കാര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും മുതിർന്നവരെ പോലെ തന്നെ കുട്ടികളായ നിങ്ങൾക്കും കടമയുണ്ട്. ആ കടമ ഈ വേളയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, COVID-19 എന്ന മഹാമാരി ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സംഹാരതാണ്ഡവം ആടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തും ലക്ഷക്കണക്കിന് ആളുകൾക്ക് അസുഖം പിടിപെട്ടു, ഒരുപാട് ആളുകൾ മരണപ്പെട്ടു. ഈ സമയത്ത് പോലും നമ്മുടെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളും പോലീസുകാരും നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളൊക്കെ തന്നെ ഈ മഹാമാരി അതിനെ പിടിച്ചിട്ടാൻ വേണ്ടി തങ്ങളുടെ ജീവൻ തന്നെ പണയപ്പെടുത്തി പോരാടുകയാണ്. ഈ സന്ദർഭത്തിൽ അവരെയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ത്യാഗോജ്വലമായ പ്രവർത്തിച്ച് ജീവത്യാഗം ചെയ്ത നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെയും ഓർത്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. സ്വാതന്ത്ര്യദിന സന്ദേശം തരുവാനായി നമ്മുടെ സ്വന്തം PTA പ്രസിഡന്റ് ശ്രീ പേരൻ ജയൻ സാർ വെർച്വൽ പ്ലാറ്റ്ഫോമിലൂടെ നമ്മുടെ മുന്നിലെത്തുന്നു. ലെറ്റ്സ് വെൽക്കം പേരൻ ജയൻ സാർ. ബഹുമാനിയരെ, പ്രിയമുള്ള കുട്ടികളെ, എല്ലാവർക്കും PTA കമ്മിറ്റിയുടെ സ്വാതന്ത്ര്യദിനാശംസകൾ. നമ്മുടെ രാജ്യം ഇന്ന് 74ാമത് സ്വാതന്ത്ര്യം ആഘോഷിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ, ജീവനും ജീവിതവും സമർപ്പിക്കപ്പെട്ട ധീര രക്തസാക്ഷികളെയും ധീര ദേശാഭിമാനികളെയും ആദരപൂർവ്വം സ്മരിക്കുകയാണ്. ഓരോ സ്വാതന്ത്ര്യദിനവും നമ്മെ ഏറെ വേദനിപ്പിക്കപ്പെടുന്നത് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വമാണ്. എന്തിനു വേണ്ടിയാണ് തികഞ്ഞ മതവിശ്വാസിയും മതേതരവാദിയുമായ മഹാത്മാഗാന്ധി കൊല ചെയ്യപ്പെട്ടതെന്നത് ചരിത്ര വിദ്യാർത്ഥികളെ സംബന്ധിച്ചും ചരിത്ര അന്വേഷകരെ സംബന്ധിച്ചും ഇന്നും ഒരു പഠന വിഷയമാണ്. ഇന്ന് നമ്മുടെ രാജ്യം 24ാമത് സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഈ സന്ദർഭം നമ്മുടെ രാജ്യവും ലോകവുമാകെ തന്നെ അതീവ ഗുരുതരമായ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ്. ഒരു മഹാമാരിയും ഒരു മഹാപ്രളയത്തെയും നാം നേരിട്ട് അഭിമുഖീകരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഈ പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. മാത്രമല്ല, ഇത്തരം പ്രതിസന്ധികൾ, ഇത്തരം പ്രയാസങ്ങൾ ഏറെ വെല്ലുവിളി ഉയർത്തുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലാണ്. തീർച്ചയായും സമീപ ദിവസങ്ങളിൽ ഈ മഹാമാരിയും ഈ പ്രളയവും അതിജീവിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കലാലയങ്ങളിൽ ഒത്തുചേരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും പരമപ്രധാനമാണ്. ഒപ്പം പിറന്നാളിൻ്റെ സ്വാതന്ത്ര്യവും അതോടൊപ്പം തന്നെ പരമാധികാരവും.
ഇവയെല്ലാം സംരക്ഷിക്കപ്പെടുവാൻ പുതിയ തലമുറ പ്രതിജ്ഞാബദ്ധമാണ്. മലയാളികളായ നമ്മളെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട നിമിഷങ്ങളാണ്. രാജ്യത്തിനാകെ മാതൃകയായ നിരവധി സംഭാവനകൾ നൽകിയ കേരളം, ആ കേരളം മുറുകെ പിടിക്കുന്ന മനുഷ്യസ്നേഹവും മാനവികതയും പുതിയ തലമുറയ്ക്ക് കൈമാറാൻ ഈ സ്വാതന്ത്ര്യം നമുക്ക് സഹായിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഓരോ കൂട്ടുകാർക്കും ഓരോരുത്തർക്കും സ്നേഹത്താൽ തുടിക്കുന്ന ഹൃദയവായ്പോടെ നിറഞ്ഞ മനസ്സോടെ സ്വാതന്ത്ര്യാശംസ നേരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ ചെറിയൊരു കലാപരിപാടികളിലേക്കാണ്. ആദ്യം തന്നെ എന്റെ വീഡിയോ ഞാൻ ഇന്നത്തെ ദിവസത്തിനായി ചെയ്തത് നിങ്ങൾക്കായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഹലോ എവ്രി വൺ, ഐ ആം ആർജി യാമിന. ഇന്ന് 2020 ഓഗസ്റ്റ് 15. 3.5 നൂറ്റാണ്ട് കാലത്തെ വൈദേശിക ഭരണത്തെ ആയുധം കൊണ്ടും അഹിംസ കൊണ്ടും ചെറുത്തു തോൽപ്പിച്ച് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയിട്ട് ഇന്നേക്ക് 73 വർഷം. രാജ്യം ഇന്ന് 74ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. ഓരോ സ്വാതന്ത്ര്യ ദിനത്തിലും നമ്മൾ ആത്മാഭിമാനത്തോടെയും ആദരവോടെയും ഓർമ്മിക്കുന്ന ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ട്. വെള്ളക്കാരന്റെ മുന്നിൽ മുട്ടുമടക്കാതെയും വെടിയുണ്ടകൾക്കും കുന്തമുനകൾക്കും കഴിമരത്തിനു മുന്നിൽ ചിരിച്ചുകൊണ്ട് നെഞ്ചും വിരിച്ചു നിന്ന ആ ധീര രക്തസാക്ഷികളുടെ ത്യാഗത്തിന്റെ ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. അഹിംസ എന്ന 3 അക്ഷരത്തിനും മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാഗാന്ധിക്കും മുന്നിൽ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന് അടിയറവ് പറയേണ്ടി വന്നു. അതിക്രമിച്ചു കയറി ഭരണം സ്വായത്തമാക്കി 347 വർഷം ഈ രാജ്യത്തിന്റെ സമ്പത്ത് ചൂഷണം ചെയ്ത് ഒടുവിൽ 1947 ബ്രിട്ടീഷുകാർ മടങ്ങിപ്പോകുമ്പോൾ ഉണ്ടായിരുന്ന ഇന്ത്യയല്ല വർത്തമാനകാലത്തെ ഇന്ത്യ. ലോകരാജ്യങ്ങളുടെ ഇടയിൽ ആദർശം കൊണ്ടും അഭിപ്രായം കൊണ്ടും നിലപാടുകൾ കൊണ്ടും ഔന്നത്യം പുലർത്തുന്ന രാജ്യം. കര, നാവിക, വായുസേനകളിലും ലോകരാജ്യങ്ങൾക്കിടയിൽ മുൻപന്തിയിൽ. എല്ലാത്തിനും ഉപരി ലോകത്തെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം. അങ്ങ് വടക്ക് ഹിമാലയം മുതൽ തെക്ക് കന്യാകുമാരി വരെയും കിഴക്ക് അരുണാചൽ പ്രദേശ് മുതൽ പടിഞ്ഞാറ് ഗുജറാത്ത് വരെയും വിസ്തൃതമായ ഭൂപ്രദേശം. ഭാഷയും വേഷവും ആചാരങ്ങളും ആഘോഷങ്ങളും മതവും ജാതിയും വ്യത്യസ്തമാണെങ്കിലും ഇന്ത്യ എന്ന ദേശീയതയുടെ മുന്നിൽ വാനിലുയർന്നു പറക്കുന്ന മൂവർണ്ണ കൊടിക്ക് കീഴിൽ എല്ലാം മറന്ന് ഒന്നിച്ചു നിൽക്കുന്ന ജനത. അതാണ് ഭാരതം. ചോരയും സ്വപ്നവും നൽകി ധീര രക്തസാക്ഷികൾ നേടിത്തന്ന ഈ സ്വാതന്ത്ര്യം ജീവനും ജീവിതവും തൃണവൽക്കരിച്ച് അതിർത്തിയിൽ കാവൽ നിന്ന് കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ പട്ടാളക്കാരെ നമുക്ക് ഈ ദിനത്തിൽ മാത്രമല്ല ഓരോ നിമിഷവും സ്മരിക്കാം. അവരുടെ ത്യാഗത്തിന് മുന്നിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം. ലോകമാകെ പടർന്നു പിടിച്ചിരിക്കുന്ന ഈ കോവിഡ് മഹാമാരി കാരണം സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളൊക്കെ ചുരുക്കിയാലും 135 കോടി ജനങ്ങളുടെ മനസ്സുകളിൽ ഈ ദിനം ആഘോഷങ്ങളുടേതാണ്. ഭാരതീയൻ എന്ന നിലയിൽ ഈ സ്വാതന്ത്ര്യദിനത്തിന്റെ ആവേശം ഉൾക്കൊള്ളുന്നതോടൊപ്പം നമ്മുടെ രാജ്യവും നമ്മുടെ നാടും നേരിട്ടുകൊണ്ടിരിക്കുന്ന കോവിഡ് എന്ന ഈ മഹാമാരിയെ പ്രതിരോധിക്കാൻ സർവസജ്ജരായി നിലകൊള്ളുന്ന ആരോഗ്യ പ്രവർത്തകർക്കും ഏതു ഘട്ടത്തിലും കൈവിട്ടു പോകാവുന്ന അവസ്ഥയിൽ പോലും സ്വന്തം ജീവനും കുടുംബവും മറന്ന് നാടിനു വേണ്ടി സേവനം ചെയ്ത് ഈ മഹാമാരിയെ വരുതിയിൽ നിർത്തിയിരിക്കുന്ന നമ്മുടെ സ്വന്തം കേരള പോലീസിനും എല്ലാത്തിനുമുപരി സധൈര്യം മുന്നിൽ നിന്ന് നയിക്കുന്ന കേരള സർക്കാരിനും ഈ ഘട്ടത്തിൽ ഞാൻ കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികളുടെയും പേരിൽ അഭിവാദ്യം അർപ്പിക്കുന്നു. അതോടൊപ്പം ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മോടൊപ്പം ഇല്ലാത്ത കോവിഡ് ബാധിച്ച് മരണപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്കും പ്രളയക്കെടുതികളിൽ നാടിനെ കണ്ണീർ കടലിലാഴ്ത്തി മൺമറഞ്ഞു പോയ പ്രിയപ്പെട്ടവർക്കും കണ്ണുനീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു. എല്ലാവർക്കും എന്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. ജയ് ഹിന്ദ്. അപ്പൊ ഇനി നമുക്കൊരു പ്രസംഗം കേട്ടാലോ? അടുത്തതായി മലയാളത്തിലെ ഒരു പ്രസംഗവുമായി 10 ജിയിൽ നിന്നും കൃഷ്ണചന്ദന നമ്മുടെ മുന്നിലെത്തുന്നു. നമസ്കാരം, ഞാൻ കൃഷ്ണചന്ദന. നെടുമങ്ങാടി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനം. സ്വതന്ത്ര ഇന്ത്യക്ക് 72 വയസ്സ് തികയുന്നു. വിദേശീയ ആധിപത്യത്തിന്റെ നുകത്തിനു കീഴിൽ പുഴുക്കളെ പോലെ പിടഞ്ഞു ജീവിച്ച ജനത ഉജ്ജ്വലമായി ഉയർത്തെണീറ്റതിന്റെ ഓർമ്മ കൂടിയാണ് ഓരോ സ്വാതന്ത്ര്യ ദിനവും. നൂറ്റാണ്ട് നീണ്ട സമര പരമ്പരകളുടെ ഫലമാണ് ഭാരതം നേടിയ സ്വാതന്ത്ര്യം. നിരവധി പേരുടെ ചോര വീണു കുതിർന്നു ഭാരത മണ്ണ്. ജീവനും ജീവിതവും മാതൃഭൂമിക്ക് വേണ്ടി സമർപ്പിച്ച അറിയുന്നവരും അറിയപ്പെടാത്തവരുമായ ധീര ദേശാഭിമാനികൾ. സ്വാതന്ത്ര്യത്തിന്റെ വിലയേറിയാൽ നാം സമരരംഗത്തെ കഥകൾ അറിയണം. പോരാട്ട ഭൂമിയിൽ അടർന്നു വീണ കണ്ണീരിന്റെയും ചോരയുടെയും വിലയറിയണം.
സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോയ തലമുറ അനുഭവിച്ച കഷ്ടപ്പാടുകളുടെയും മഹാത്യാഗത്തിന്റെയും തീക്ഷ്ണമുഖം നാം തിരിച്ചറിയണം. 1757 പ്ലാസി യുദ്ധം മുതൽ ഇങ്ങോട്ട് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം കൊളുത്തിയ സമരാഗ്നി രാജ്യമെങ്ങും ആളിപ്പടർന്നു. ആയിരക്കണക്കിന് സമരവേദികൾ ഒരുങ്ങി. രാജ്യമെമ്പാടും ചെറുതും വലുതുമായ അനേകം ചെറുത്തുനിൽപ്പുകളും സമരങ്ങളും ഉയർന്നു വന്നു. ജാതിയുടെയും മതത്തിന്റെയും മറ്റെല്ലാ വേർതിരിവുകൾക്കപ്പുറം ഭാരത ജനത നാടിനു വേണ്ടി പൊരുതി. സ്വാതന്ത്ര്യം എന്ന മഹത്തായ സ്വപ്നം അവരെ ഒരുമിപ്പിച്ചു. ഗാന്ധിജിയും നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും ലോക്മാന്യ തിലകരും ഗോഖലെയും ഒക്കെ അടങ്ങുന്ന സുശക്തമായ നേതൃനിര സമരങ്ങൾക്ക് ഊർജം പകർന്നു. ഗാന്ധിജി നേതൃത്വം നൽകിയ ഉപ്പു സത്യാഗ്രഹവും ക്വിറ്റ് ഇന്ത്യ സമരവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ നാഴിക കല്ലുകളായി. ജാലിയൻ വാലാബാഗ് മുതൽ പുന്നപ്രയിലും മൈലാറിലും വരെ മനുഷ്യരക്തം ചിതറി വീണ സമരഭൂമികൾ. മംഗൾ പാണ്ഡെയും ഭഗത് സിംഗും മുതൽ കയ്യൂരിന്റെ വീരപുത്രന്മാർ വരെ അറിയുന്നവരും അറിയപ്പെടാത്തവരുമായ ആയിരക്കണക്കിന് ധീരദേശാഭിമാനികൾ. 1857 സമരാഗ്നി ആളിക്കത്തി ഒടുങ്ങിയത് 1947. ഒടുവിൽ ഒരു ജനതയുടെ ചെറുത്തുനിൽപ്പിനെ പ്രതിരോധിക്കാനാവാതെ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു. പക്ഷേ സ്വാതന്ത്ര്യപ്പിറവിയിലും വേദനകളേറെ. ഇന്ത്യ രണ്ടായി വെട്ടിമുറിക്കപ്പെട്ടു, ഇന്ത്യയെന്നും പാകിസ്ഥാനെന്നും. വിഭജനത്തെ തുടർന്ന് 1 കോടിയിലധികം വരുന്ന ജനങ്ങൾ തങ്ങളുടെ വീടുകളിൽ നിന്ന് പിഴുതെറിയപ്പെട്ടു. 2.5 ലക്ഷത്തോളം പേർ കൊല്ലപ്പെട്ടു. തുടർന്ന് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഭയാർത്ഥി പ്രവാഹത്തിന് നാം സാക്ഷികളായി. പ്രിയമുള്ളവരെ, സ്വതന്ത്ര ഇന്ത്യയുടെ 72 വർഷം സമരനായകരുടെ സ്വപ്നങ്ങളെ സഫലമാക്കുന്നതായിരുന്നോ? സ്വന്തം ജീവൻ പകരം നൽകി അവർ നേടിയ സ്വാതന്ത്ര്യത്തിന്റെ നിറം മങ്ങുകയാണോ? ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര റിപ്പബ്ലിക് എന്ന് നാം അഭിമാനിക്കുന്ന നമ്മുടെ രാജ്യത്ത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ദരിദ്രരും നിരക്ഷരരും വീടില്ലാത്തവരും രോഗികളും ഉള്ളത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പേർ കടം കയറി ആത്മഹത്യ ചെയ്യുന്നത് ഇന്ത്യയിലാണ്. പട്ടിണി കൊണ്ട് മനുഷ്യൻ മരിച്ചു വീഴുന്ന ഈ രാജ്യത്ത് നടക്കുന്ന അഴിമതിയുടെ കണക്കുകൾ ലോകത്തെ ഞെട്ടിക്കാൻ പോന്നതാണ്. വാർത്താ മാധ്യമങ്ങളിലൂടെ നാം ദിനംപ്രതി കണ്ടുവരുന്ന കഥകൾ നമുക്ക് അപമാനകരമാണ്. സമരവേദികളിൽ സ്വയം സമർപ്പിച്ചവരുടെ സ്വപ്നങ്ങളിലേക്ക് നാം ഇനിയും എത്ര ദൂരം സഞ്ചരിക്കണം? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുമ്പോൾ മാത്രമേ സ്വാതന്ത്ര്യത്തിന് അർത്ഥവും നിറവും ഉണ്ടാകുകയുള്ളൂ. അതുമാത്രമല്ല, ലോകമെമ്പാടും ഇപ്പോൾ കൊറോണ വൈറസ് അഥവാ COVID-19 ഭീഷണിയിലാണ്. COVID-19 ഉഗ്ര താണ്ഡവമാടുന്ന ഈ വേളയിൽ മാസ്കുകൾ ധരിച്ചുകൊണ്ടും സാമൂഹിക അകലം പാലിച്ചുകൊണ്ടും ശരീരം അണുവിമുക്തമാക്കിക്കൊണ്ടും നമുക്കിതിനെ പ്രതിരോധിക്കാം. എന്തും ചേർത്ത് തോൽപ്പിക്കാനുള്ള പോയ തലമുറയുടെ ആ സത്വരത ഒരു ഭാരതീയൻ എന്ന നിലയിൽ നമുക്ക് അനിവാര്യം തന്നെയാണ്. എല്ലാവർക്കും ഒന്നുകൂടി ഒരു സ്വാതന്ത്ര്യ ദിന ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അടുത്തതായി മലയാളത്തിലെ ഒരു പ്രസംഗവുമായി 9 പഠിക്കുന്ന മീനാക്ഷി പി നായർ നമ്മുടെ മുന്നിലെത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. വിദേശ അടിമത്തത്തിൽ നിന്ന് ഇന്ത്യ മോചിപ്പിക്കപ്പെട്ടിട്ട് 2020 73 വർഷം തികയുകയാണ്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പൂർണ്ണ സ്വാതന്ത്ര്യം പലരുടെയും കഷ്ടപ്പാടിൻ്റെ ഫലമാണ്. 1498 വാസ്കോഡ ഗാമ കോഴിക്കോട് കാപ്പാട് കാലുകുത്തിയത് മുതൽ തുടങ്ങുകയാണ് വിദേശ ആധിപത്യത്തിനെതിരെയുള്ള പോരാട്ടം. 1498 മുതൽ 1663 വരെ പോർച്ചുഗീസുകാരുടെ അധിനിവേശമായിരുന്നു കേരളത്തിൽ. എന്നാൽ ഇതിനെതിരെ ശക്തമായി പോരാടിയ അവസാനത്തെ കുഞ്ഞാലിമരയ്ക്കാറാണ് മുഹമ്മദ് കുഞ്ഞാലിമരയ്ക്കാർ, കുഞ്ഞാലി 4-മൻ. 1600 പോർച്ചുഗീസുകാർ കുഞ്ഞാലിമരയ്ക്കാറെ തടവിലാക്കി ഗോവയിലേക്ക് കൊണ്ടുപോയി. ശരീരം 4 വെട്ടിമുറിച്ച് കവലകളിൽ പ്രദർശിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ തല ഉപ്പിട്ടുണക്കി കണ്ണൂരിൽ പ്രദർശിപ്പിക്കുകയുണ്ടായി. പരമ്പരാഗത ആയുധമുറകളിലൂടെ വിദേശികളെ പരാജയപ്പെടുത്തിയ വ്യക്തിയാണ് മാർത്താണ്ഡവർമ്മ. 1741 കുളച്ചലിൽ വച്ച് ഡച്ചുകാരെയാണ് മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയത്. ഡച്ചുകാരുടെ ആയുധബലത്തിനേറ്റ ആദ്യത്തെ പ്രഹരമായിരുന്നു കുളച്ചൽ യുദ്ധം. സായുധ കലാപങ്ങളിൽ പ്രശസ്തം പഴശ്ശിയുടെ കലാപം തന്നെയാണ്. പഴശ്ശി രാജ, കേരള സിംഹം എന്നിങ്ങനെ വിഖ്യാതനായ കേരളവർമ്മ കോട്ടയം രാജാവായിരുന്നു. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയത്തോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിഷേധമായിരുന്നു 1793 മുതൽ 1797 വരെ നീണ്ടുനിന്ന അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കലാപം. ഇതെല്ലാം കേരളത്തിലെ പോരാട്ടങ്ങളുടെ ഒരംശം മാത്രം. അന്തർദേശീയമായി പോരാട്ടങ്ങൾ മുന്നേറിക്കൊണ്ടേയിരുന്നു. 1919
ഏപ്രിൽ 13 അമൃത്സറിലെ ജാലിയൻ വാലാബാഗ് മൈതാനത്ത് ജനങ്ങൾ ഒത്തുകൂടി. റൗലറ്റ് ആക്ട് അഥവാ കറുത്ത നിയമത്തിനെതിരെ പ്രതിഷേധിക്കാനായിരുന്നു ജനങ്ങൾ അവിടെ തടിച്ചുകൂടിയത്. സമാധാനപരമായ ഒരു യോഗമായിരുന്നു അവരുടെ ലക്ഷ്യം. 3 വശം കൂറ്റൻ കെട്ടിടങ്ങളും പുറത്തേക്ക് ഒരു വഴിയും മാത്രമുള്ള ഒരു മൈതാനമാണ് ജാലിയൻ വാലാബാഗ്. ജനറൽ ഡയറിന്റെ നേതൃത്വത്തിലുള്ള സായുധ സൈന്യം നിരായുധരായ ജനങ്ങൾക്ക് നേരെ വെടിയുതിർത്തു. ഇതുപോലെ ചോര ചിന്തിയ മറ്റൊരു സംഭവമാണ് ചൗരി ചൗര സംഭവം. 1922 ഫെബ്രുവരി 5 ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ എന്ന ജില്ലയിലെ ചൗരി ചൗര എന്ന ഗ്രാമത്തിൽ കോൺഗ്രസ് ജാഥയ്ക്കെതിരെ പോലീസുകാർ വെടിയുതിർത്തു. ക്ഷുഭിതരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും 22 പോലീസുകാരെ അഗ്നിക്കിരയാക്കുകയും ചെയ്തു. ഇതുപോലെയുള്ള കൂട്ടക്കൊലകളുടെയും രക്തസാക്ഷിത്വങ്ങളുടെയും നാളുകൾ അവസാനിപ്പിച്ചുകൊണ്ട് ഗാന്ധിജി കടന്നുവരികയാണ്. 1915 ജനുവരി 9 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തി. എന്ത് പ്രശ്നങ്ങളെയും സമാധാനപരമായി നേരിടാം എന്ന് ഗാന്ധിജി നമുക്ക് പഠിപ്പിച്ചു തന്നു. അദ്ദേഹം സബർമതി തീരത്ത് സത്യാഗ്രഹ ആശ്രമം സ്ഥാപിച്ചു. ഗാന്ധിജിയുടെയും അതുപോലെ മറ്റൊരുപാട് നേതാക്കളുടെയും കഠിന പ്രയത്നത്തിലൂടെ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രസംഗം പ്രശസ്തമാണ്. ഈ സുദിനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു ഇന്ത്യക്കാരിയായി ജനിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. എൻ്റെ നാടിനെക്കുറിച്ച് ആലോചിച്ച് ഞാൻ അഭിമാനിക്കുന്നു. എൻ്റെ പിൻതലമുറയിലെ ധീരന്മാരായ ആളുകളെക്കുറിച്ച് ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് 10 പഠിക്കുന്ന കൃഷ്ണാജിജി നമുക്ക് മുന്നിൽ ഒരു നൃത്തവുമായി എത്തുന്നു. Namaste. Respected Chief Guest, Principal, teachers, parents and all my dear friends. A very happy Independence Day to all of you. My name is Nidhi S.A. Would like to speak a few words about Independence Day. Today on 15th of August, we all have gathered here to celebrate the Independence Day of our country. This is the day for all of us to celebrate the honor of our nation. This is the day to remember the sacrifices of freedom fighters whose effort gave us independence. Great freedom fighters like Mahatma Gandhi, Nehru, Bhagat Singh, Subhash Chandra Bose devoted their entire life for the freedom of our country. India got independence from the British rule on 15 August 1947. The independence of our country has developed in the field of agriculture, education, manufacturing, science, sports, technology and many more. But India is also facing some problems like
terrorism, poverty, inequality, flood, COVID-19, etc. Let us all pledge to do our best and overcome these problems. Let us all work together and make our country the best country of the world. Thank you. Jai Hind and Jai Bharat. ഡെപ്യൂട്ടി HM ശ്രീമതി സിന്ധു ദേവി ടീച്ചറിനെ നമുക്ക് ചെറിയൊരു സ്വാതന്ത്ര്യദിന സന്ദേശം തരുവാനായി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഭാരതത്തിൻ്റെ 74ാം സ്വാതന്ത്ര്യദിനമാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത്. ആദ്യമായി തന്നെ ഞാൻ എൻ്റെ സ്വാതന്ത്ര്യദിനാശംസകൾ ഏവരെയും അറിയിക്കുന്നു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിനം. ഓരോ ഭാരതീയനും അഭിമാനം കൊള്ളുന്ന ദിനം. നാം എല്ലാം സന്തോഷത്തോടെ അഭിമാനത്തോടെ ആഘോഷിക്കുന്ന ദിനം. എന്നാൽ ഈ വർഷം നമുക്കൊരുമിച്ച് ഇത് ആഘോഷിക്കാൻ സാധിക്കില്ല. എല്ലാവർക്കും അതിൻ്റെ കാരണം അറിവുള്ളതാണല്ലോ. കൊറോണ വ്യാപനത്തെ തുടർന്ന് നാടെങ്ങും ലോക്ക്ഡൗണിലാണ്. എന്നിരുന്നാലും നമുക്കെല്ലാ പേർക്കും ചേർന്ന് ഈ സുദിനത്തിൽ മനസ്സുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ ധീര ദേശാഭിമാനികൾക്ക് വേണ്ടിയും ദേശസ്നേഹികളായ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് വേണ്ടിയും രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത ഓരോ മഹാന്മാരെയും സ്മരിക്കാം. അവരുടെ ദീപ്ത സ്മരണകൾക്ക് മുന്നിൽ നമസ്കരിക്കാം. നാം ഈ നേടിയെടുത്ത സ്വാതന്ത്ര്യം നാടിൻ്റെ ഒരുമയുടെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ദയയുടെയും മതേതരത്വത്തിൻ്റെയും എല്ലാം ബന്ധം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയുള്ളതാവട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. നമ്മുടെ നാടിൻ്റെ അഖണ്ഡതയും ഐക്യവും കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മൾ ഭാരതീയരുടെ ഓരോരുത്തരുടെയും കടമയാണ്. തമ്മിൽ സ്നേഹിച്ചും സഹായിച്ചും ഒരുമയോടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനാണ് നാം സ്വാതന്ത്ര്യം നേടിയെടുത്തത്. അതിനായി നമുക്ക് ഒത്തൊരുമയോടെ കൈകോർക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്വാതന്ത്ര്യദിനാശംസകൾ. गौरी लक्ष्मी पार्वती और हिंदी स्पीच में लेट्स वेलकम गौरी लक्ष्मी पार्वती. आदरणीय गुरुजनों तथा मेरे प्यारे दोस्तों, सबको सादर प्रणाम. मैं गौरी लक्ष्मी पार्वती और मैं 8वीं कक्षा में पढ़ती हूँ. जैसे कि आप सब जानते हैं, आज स्वतंत्रता दिवस है. स्वतंत्रता दिवस भारत का देशीय त्योहार है. हर साल 15 अगस्त को हम भारतीय स्वतंत्रता दिवस मनाते हैं, क्योंकि 1947 15 अगस्त को भारतवासियों को ब्रिटिश यानी कि अंग्रेजों के शासन से स्वतंत्रता मिली है. इसी से हर साल हम ये त्योहार मनाते हैं. हमारा देश में एक त्योहार उत्सव के तरह मनाते हैं. हमारा देश की राजधानी नई दिल्ली में ये त्योहार के दिन बहुत सारी विशेषता होती है और उस जहाँ बहुत बड़ी शोभा भी आती है, क्योंकि हमारा देश की बहुत सारी लोग मुसलमान, हिंदू, सिख, ईसाई सारी लोग वहाँ आकर उनका त्योहार मनाते हैं. ये त्योहार असल में हर भारतवासी की है. हमारा देश की हर एक लोग नई दिल्ली यानी कि सब जहाँ झंडा है वहाँ जाकर भारतीय झंडा का अभिवादन करते हैं और देश सेवा और देश का संरक्षण का प्रतिज्ञा लेते हैं. हमारा यहाँ भी झंडा लगाकर अभिवादन करता है. हमारा स्कूल विद्यालय सारा जहाँ ये त्योहार मनाते हैं. हमारा स्कूल भारत की सारा विद्यालय में मिठाइयाँ भी बांटती है. ऐसे बांटने से स्वतंत्रता दिवस की खुशियाँ दिखाई जाती है. धन्यवाद. नमस्ते. അടുത്തതായി ഒരു ഇംഗ്ലീഷ് സ്പീച്ചുമായി 8Dയിൽ പഠിക്കുന്ന അർഷിത എം നമ്മുടെ മുന്നിൽ എത്തുകയാണ്. ലെറ്റ്സ് വെൽക്കം അർഷിത ഓൺ ദിസ് വെർച്വൽ പ്ലാറ്റ്ഫോം. Good morning, one and all. My name is Arshida M and I am studying 8th standard. Today we are celebrating our 74th Independence Day of India. But unfortunately, the celebrations were reduced due to a crisis, that is coronavirus spreading in India and all over the world. So we can celebrate this Independence Day in our houses. We all know that India got independence from British rule on 15th August 1947.
After independence, we all got our fundamental rights in our own nation, our motherland. We all should feel proud to be an Indian and admire our fortune that we took birth on the land of an independent India. The history of slave India reveals everything that how our ancestors and forefathers had worked hard and suffered all the brutal behaviors of Britishers. We can't imagine that how hard the independence was for India from the British rule. It took a sacrifice of lives of many of freedom fighters and several decades of struggle from 1857 to 1947. Some of the great freedom fighters of India are Netaji Subhash Chandra Bose, Mahatma Gandhi, Jawaharlal Nehru, Bal Gangadhar Tilak, Lala Lajpat Rai, Bhagat Singh and Chandrasekhar Azad. They were the famous patriots who worked hard for the freedom of India till the end of their life. We can't imagine that horrible moment struggled by our forefathers. After many years of independence, our country is on the right track of development. Today, our country is a well-established democratic country all over the world. Gandhiji was a great leader who thought effective way of freedom like ahimsa and satyagraha methods. Gandhi dreamed of an independent India with the non-violence and peace. We should take an oath today of being highly responsible and a well-educated citizen of the tomorrow India. We should sincerely perform our duty and work hard to get the goal and successfully lead this democratic nation. India is our mother country and we are its citizens. We should always be ready to save it from the bad people. Thank you and have a nice day. ഇനി നമുക്ക് മലയാളത്തിൽ ഒരു ഉഗ്രം പ്രസംഗം കേൾക്കാം. അതിനായി 9 നിന്നും ഞാൻ സൈന SBയെ ഹാർദവുമായി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച മഹാനേതാക്കന്മാരുടെ എല്ലാ ത്യാഗങ്ങളും ഓർത്തെടുക്കുവാൻ വേണ്ടിയാണല്ലോ നാം ഈ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ഇന്ത്യക്കാരനെന്ന നിലയിൽ നമ്മുടെ എല്ലാ അടിസ്ഥാന അവകാശങ്ങളും നമുക്ക് ലഭിച്ചു. നമ്മുടെ പൂർവികർ ബ്രിട്ടീഷുകാരുടെ എല്ലാ ക്രൂരതയും സഹിച്ചുകൊണ്ടാണല്ലോ നമുക്ക് ഈ സ്വാതന്ത്ര്യം നേടിത്തന്നത്. 17ാം നൂറ്റാണ്ടിന്റെ ആദ്യപത്തിൽ ബ്രിട്ടീഷ് ആക്രമണം ഉണ്ടാകുന്നതുവരെ ഭാരതം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യമായിരുന്നു. വാസ്കോഡ ഗാമ എന്ന നാവികർ 1498 കോഴിക്കോട് കാപ്പാട് കപ്പലിറങ്ങിയെ തുടർന്ന് അനേകം പേർ അവിടെ വന്നിരുന്നു. പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും ഡച്ചുകാരും എല്ലാവരും വന്നിരുന്നു. എങ്കിലും അവിടെ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞത് ബ്രിട്ടീഷുകാർക്ക് ആയിരുന്നു. തുടർന്ന് മീറ്ററിലുണ്ടായ കലാപം ഇന്ത്യ ആകെ വ്യാപിച്ചു. ഈ കലാപം അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ വളരെയധികം വിയർപ്പൊഴുക്കേണ്ടി വന്നു. ഈ കലാപം ഇന്ത്യക്ക് പല തിരിച്ചറിവുകൾ നൽകി. അങ്ങനെ 1885 ഏവൂർക്യു മുൻകൈയെടുത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചു. 1914 രണ്ടാം ലോക മഹായുദ്ധം നടന്നതിനു ശേഷം അവിടെ രാജ്യം മുഴുവൻ പട്ടിണിയിൽ ആയി. ഇത് ജനങ്ങളെ വിപ്ലവ സമരത്തിലേക്ക് നയിച്ചു. ഈ പ്രസ്താവനയിൽ 1915 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തി. അഹിംസയിലൂന്നിയ പുതിയ സമരമുറിയിലേക്ക് അദ്ദേഹം നയിച്ചു. 1915 ഏപ്രിൽ 13 അമൃത്സറിലെ ജാലിയൻവാലാ ബാഗിൽ വെച്ച് ഒരു കൂട്ടക്കൊല നടന്നു. പിഞ്ചു കുഞ്ഞുങ്ങൾ അടക്കമുള്ള ജനങ്ങൾ കൊല്ലപ്പെട്ടു. 1930 ജനുവരി 26 ഇന്ത്യ സ്വതന്ത്രമായി എന്ന് ISE പ്രഖ്യാപിച്ചു. ബ്രിട്ടീഷുകാരെ എന്നേക്കുമായി ഇന്ത്യയിൽ നിന്ന് വേരോടെ പിഴുതെടുക്കുക എന്ന ലക്ഷ്യവുമായി 1942 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രമോദി കൊടുത്തു. 1947 രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുകയും ജൂലൈ 18 ബ്രിട്ടീഷ് ഗവർണർ ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്ട് പാസാക്കുകയും ചെയ്തു. കോടിക്കണക്കിന് ആളുകളുടെ ആത്മാർത്ഥമായ സ്വപ്നമായിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യം.
1947 ഓഗസ്റ്റ് 14 പാതിരാവിൽ ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ത്യ സ്വതന്ത്രമായി. എണ്ണിയാൽ തീരാത്ത ഒരുപാട് മഹത് വ്യക്തികളുണ്ട് ഇതിനു പിന്നിൽ. മാതൃരാജ്യത്തോടുള്ള സ്നേഹം വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന സ്വാതന്ത്ര്യദിന ആഘോഷം മാത്രമാകരുത്, മറിച്ച് നമ്മുടെ രാജ്യത്തോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെയധികം നന്മകൾ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. സ്വാതന്ത്ര്യദിന സന്ദേശം തരുവാനായി നമ്മുടെ SRG കൺവീനർ ശ്രീമതി രാജേശ്വരി ടീച്ചർ നമ്മുടെ മുന്നിൽ എത്തുകയാണ്. ലെറ്റ്സ് വെൽക്കം രാജേശ്വരി ടീച്ചർ. ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഉടമകളായ ബ്രിട്ടീഷുകാരെ ഈ മണ്ണിൽ നിന്നും തുരത്തിയോടിച്ചിട്ട് 74 വർഷമായി. എല്ലാ വർഷവും സ്വാതന്ത്ര്യദിനം നാം വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കാറുണ്ട്. എന്നാൽ ഈ വർഷം കൊറോണ എന്ന മഹാമാരി ഈ ലോകത്തെ വിഴുങ്ങിയിരിക്കുന്നതിനാൽ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ നമുക്ക് കഴിയുന്നില്ല. എങ്കിലും നമ്മുടെ എല്ലാവരുടെ മനസ്സിലും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കപ്പെടുന്നുണ്ട്. നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ധീര രക്തസാക്ഷികൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് അവർ നേടിത്തന്ന സ്വാതന്ത്ര്യം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നിന്നും ആദിത്യ നമുക്കായി ഒരു ദേശഭക്തി ഗാനം ആലപിക്കുകയാണ്. നമുക്ക് കേട്ടാലോ? വന്ദേ മാതരം വന്ദേ മാതരം സുജലാ ശുഭലാ മലയജ ശീതളാ സസ്യശ്യാമള മാതരം വന്ദേ മാതരം വന്ദേ മാതരം ശുഭ്രജോത്സ്ന പുളകിതയാമിനി ഫുല്ലകുസുമിത ദ്രുമദള ശോഭിനി സുഹാസിനി സുമധുര ഭാഷിണി സുഖദാം വരദാം മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം. 9Gയിൽ നിന്നും അഞ്ജന പിയും ഒരു ഇംഗ്ലീഷ് സ്പീച്ചുമായി എത്തുന്നു. ലെറ്റ്സ് വെൽക്കം അഞ്ജന. Respected principal, teachers and all my dear friends, today is a very special day for every one of us. Today we celebrate the glorious 74th National Independence Day of our country. It was in this day we gained our prestigious independence from the colonial British power. Under the charismatic leadership of Mahatma Gandhi, the father of our nation, we successfully marched towards the end point of attaining our supreme goal of national independence. Through peaceful means of non-violence and satyagraha, other leaders like Jawaharlal Nehru, Subhash Chandra Bose, Balagangadhar Tilak, Gopalakrishna Gokhale, Bhagat Singh and Lala Lajpat Rai, who played a crucial role of their own in achieving our national independence. On the midnight of 14th August 1947, the nation of India got its independence from the British government. And all the Indians woke up towards their long-awaited freedom. This was the result of sacrifice and martyrdom of many of our great leaders. Over the last 7 decades, India has emerged as a global power. However, in this competing world, a nation requires a power of science and technology to be counted among the best. Even if each one of us tried to work with one problem of our country,
we will see that we will be making a great contribution to our nation. Let us salute today the people who fought for our independence, and it is our duty to preserve and protect the integrity and independence of our country. Jai Hind. Thank you. അടുത്തതായി 10Bയിൽ നിന്നും കൃഷ്ണ SB നമുക്ക് വേണ്ടി ഒരു മലയാളം പ്രസംഗവുമായി എത്തുന്നു. ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ, അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ 10Bയിൽ നിന്നും കൃഷ്ണ SB. ഞാൻ ഇന്നിവിടെ സ്വാതന്ത്ര്യദിനത്തെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കാം. ഓഗസ്റ്റ് 15 ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ദിവസം. 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ നമ്മുടെ ഭാരതം സ്വാതന്ത്ര്യം നേടി. സ്വാതന്ത്ര്യത്തിന്റെ ഈ സൂര്യോദയത്തെ ആഗസ്റ്റ് 15 അനുസ്മരിക്കുന്നു. സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട് അടിമകളാകുമ്പോഴാണ് സ്വാതന്ത്ര്യത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് നാം മനസ്സിലാക്കുന്നത്. സ്വാതന്ത്ര്യം തന്നെ ജീവിതം, സ്വാതന്ത്ര്യം തന്നെ അമൃതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന് മഹാകവി കുമാരനാശാൻ എഴുതിയത് എത്രയോ അർത്ഥവത്താണ്. ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിലാണ് സ്വാതന്ത്ര്യദിന പരിപാടികൾ നടക്കുന്നത്. ദേശീയ പതാക ഉയർത്തുകയും ദേശീയ ഗാനം ആലപിക്കുകയും തുടർന്ന് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ മുഴുകുമ്പോഴും നാം സ്വാതന്ത്ര്യം നേടിത്തന്ന ധീര ദേശാഭിമാനികളെ സ്നേഹനിർഭരമായ കൃതജ്ഞതയോടെ സ്മരിക്കേണ്ടത് അത്യാവശ്യമാണ്. സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും മൂല്യവും കഴിഞ്ഞ തലമുറയുടെ ത്യാഗവും നാടിനോടുള്ള ഉത്തരവാദിത്വവും സ്വാതന്ത്ര്യദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ സ്വാതന്ത്ര്യം ഇന്നും നിലനിൽക്കാനുള്ള പ്രധാന കാരണം അത് അഹിംസയിലൂടെ നേടിയത് കൊണ്ടാണ്. ഹിംസയിലൂടെ നേടുന്നത് എന്തും അതിനും വലിയ ഹിംസയിലൂടെ തട്ടിത്തെറിപ്പിക്കപ്പെടുമെന്ന് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാതൃഭൂമിയുടേതായ ചില ആത്മചൈതന്യങ്ങൾക്ക് അപജയമൊന്നും സംഭവിക്കാതിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നമുക്കിന്ന് ലഭിച്ചിട്ടുള്ള സ്വാതന്ത്ര്യം മറ്റൊന്നിനും വേണ്ടി പണയം വെക്കില്ലെന്നും സ്വാതന്ത്ര്യത്തിന് ഹാനികരമായ ഒന്നും ചെയ്യില്ലെന്നും നമുക്കിന്ന് പ്രതിജ്ഞ ചെയ്യാം. ജവഹർലാൽ നെഹ്റു പറഞ്ഞതുപോലെ ഇന്ത്യ മരിച്ചുകൊണ്ടിരിക്കെ നാം ജീവിക്കുന്നതും നാം ജീവിച്ചിരിക്കെ ഇന്ത്യ മരിക്കുവാനും അനുവദിക്കരുത്. ജയ് ഹിന്ദ്. ഇനി നമുക്കൊരു ഹിന്ദി സ്പീച്ച് കേൾക്കാം. ഹിന്ദി സ്പീച്ചുമായി 9യിൽ നിന്നും രേഷ്മ RS എത്തുന്നു. प्यारा दोस्तों, अध्यापक, शिक्षक और सारी लोगों को मेरा प्रणाम। मेरा नाम रेशमा है। मैं आप सभी को स्वतंत्रता दिवस की बहुत बहुत शुभकामना कर देती हूँ। भारत माँ की रक्षा के लिए अपना कर्तव्य है। मातृभूमि के गर्व पर न्यौछावर उनकी काया है, जिनको परिवार से ज्यादा या देरा तिरंगा प्यारा है। ऐसे वीर सपूते को शत नमन हमारा है। आज हम 14वीं में स्वतंत्रता का जन्म मना रहा है। यह हम भारतीय लोगों के लिए सबसे महत्वपूर्ण दिन है, क्योंकि 15 अगस्त 1947 में हमें ब्रिटिश शासन से आज़ादी मिली। देश की आज़ादी के लिए हमें हमारे स्वतंत्रता सेनानियों जैसे भगत सिंह, महात्मा गांधी, जवाहरलाल नेहरू, राजगुरु, चंद्रशेखर आजाद आदि के बलिदान की याद करने का दिन है। हम उस मायानक श्रद्धा की कल्पना नहीं कर सकते, लेकिन जिसके सामने हमारे पूर्वजों ने किया था। आज़ादी के कई वर्षों के बाद अब हमारा देश विकास के सही रास्ते में है। अब भारत सांस्कृतिक और सामाजिक विविधता के लिए ले जाना जाता है। इसलिए इस स्वतंत्रता दिवस पर नागरिकों को कानून स्वच्छ भारत अभियान का पालन करने का संकल्प लेना चाहिए। मैं इस स्वतंत्रता दिवस पर सभी से निवेदन करता है कि आज हम यह संकल्प लें कि आज हम स्वयं से भारत के प्रतिषेधी, संवेदनशील, अनुशासित नागरिक के रूप में सुधारेंगे। हर भारतीयों के लिए स्वतंत्रता दिवस बहुत महत्व रखना है। स्वतंत्रता का अर्थ पूर्ण आज़ादी। यह हम भारतीयों के लिए यह 15 अगस्त खुशी का दिन है। हम सब आज़ाद देश का बालक है। हम सच्चे हिंदुस्तानी बनेंगे। हम हमारा देश का नाम ऊंचा करेंगे। अब मैं मेरा वाणी को विराम देता हुए दो शब्द भारतीय नागरिक के लिए रहना चाहूँगी। ना पूछे ज़माना का क्या हमारी कहानी है। हमारी पहचान तो सिर्फ हम सिर्फ हिंदुस्तानी है। जय हिंद, जय भारत. धन्यवाद. SS ക്ലബ് കൺവീനർ മഞ്ജു ടീച്ചർ നമുക്ക് മുന്നിൽ ഒരു സ്വാതന്ത്ര്യദിന സന്ദേശവുമായി എത്തുന്നു. നമസ്കാരം. പ്രിയമുള്ളവരെ, രാജ്യത്തിൻ്റെ 74ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ. സ്വാതന്ത്ര്യം ആഘോഷിക്കപ്പെടാനുള്ളതാണ്. എന്നാൽ ഈ സ്വാതന്ത്ര്യദിന ഘട്ടത്തിൽ
നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വേദനിപ്പിക്കപ്പെടുന്ന ഓർമ്മകളാണ് നൽകുന്നത്. COVID-19 നിർവീര്യമാക്കാൻ ലോകരാജ്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയും അതിൽ പങ്കാളിയാണ്. ഇന്ത്യയാകട്ടെ തൊഴിലില്ലായ്മ, വിലക്കയറ്റം, കാർഷിക പ്രതിസന്ധി, സാമ്പത്തിക പരിഷ്കാരങ്ങൾ, കോർപ്പറേറ്റ് മുതലാളിമാരുടെ കടന്നുകയറ്റം, മതവിദ്വേഷം, പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. എന്ത് ദുരന്തമുണ്ടായാലും നാം തളർന്നുകൂടാ. എല്ലാ വൈഷമ്യങ്ങളും മറികടന്ന് മുന്നോട്ട് പോയേ തീരൂ. നമുക്ക് വേണ്ടിയല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ വരും തലമുറയ്ക്ക് വേണ്ടിയാണ് നാം അത് ചെയ്യേണ്ടത്. ഇന്ത്യയെ ഒരൊറ്റ രാജ്യമായി നിലനിർത്തിയത് മതേതരത്വത്തിൻ്റെ മഹത്തായ മൂല്യങ്ങളാണ്. ഇന്ത്യൻ സാമൂഹിക ജീവിത യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ കൂടി പ്രേരകമായിരിക്കണം ഈ സ്വാതന്ത്ര്യദിനം. നമ്മുടെ പ്രവർത്തനങ്ങൾ മനുഷ്യസ്നേഹപരവും ദേശാഭിമാനപരവുമായ സന്ദേശം ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലായിരിക്കണം. പഞ്ചവത്സര പദ്ധതികൾ, പ്രതിരോധ മേഖല, വ്യോമയാന രംഗം, ബഹിരാകാശ ഗവേഷണം, ശാസ്ത്ര സാങ്കേതിക മേഖല, ഗതാഗതം തുടങ്ങിയ മേഖലകളിൽ സർക്കാരുകൾ ഇച്ഛാശക്തിയോടെ മുന്നേറുവാൻ ശ്രമിക്കുകയാണ്. സ്വന്തം ജീവൻ ബലികൊടുത്ത് ധീര രക്തസാക്ഷികൾ നേടിത്തന്ന സ്വാതന്ത്ര്യമാണിത്. ആ തിരിച്ചറിവോടെ സ്വാതന്ത്ര്യത്തിൻ്റെ പരിരക്ഷണത്തിനും അതിജീവനത്തിനും വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് സ്വയം സമർപ്പിക്കുക എന്നതായിരിക്കണം നമ്മൾ ഓരോരുത്തരുടെയും ലക്ഷ്യം. സർവ്വ മനുഷ്യരും തുല്യരായിത്തീരുന്ന ആ സുദിനത്തിലേക്ക് നമുക്ക് മുന്നേറാം. ജയ് ഹിന്ദ്. 10 ജിയിൽ പഠിക്കുന്ന അജ്മിയാൻ ടീം ഇനി നമുക്കായി ഒരു ദേശഭക്തി ഗാനം ആലപിക്കുന്നു. मेरे दोस्तों को सलाम दे, ये मेरी ज़मीन महबूब मेरे मेरी नस नस में तेरे इश्क बके भी खाने पड़े कभी रंग तेरा दुश्मन से निकल के खून कहे. ए मेरी ज़मीन अफसोस नहीं जो तेरे लिया सो दर्द सही महसूस रही तेरे आन सदा चाहे जान मेरी रही न रही. तेरी मिट्टी में मिल जावा गुल बन के मैं खिल जावा इतनी सी है दिल की यार तेरी नदियों में बह जावा तेरी खेतों में लहरावा इतनी सी है दिल की यार हमको जान से प्यार है सबसे न्यारा गुलिस्तान हमारा है. सदियों से भारत भूमि दुनिया की शान है. भारत मन के चरणों में जीवन कुर्बान है. भारत हमको जान से प्यारा है. जब ढाल ढाल बरसाने की चिड़िया करती है बसेरा वो भारत देश है मेरा वो भारत देश है मेरा. जहाँ सत्य इंसान धर्म का पग पग लगता डेरा वो भारत देश है मेरा वो भारत देश है मेरा. देश मेरे मेरी जाने तू देश मेरे मेरी जाने तू देश मेरे मेरी जाने तू देश मेरे मेरी जाने तू. तेरी मिट्टी में मिल जावा गुल बन के मैंने खिल जावा सी है दिल की आरज़ू. 10 ഡിയിൽ പഠിക്കുന്ന നഫ്സിയ എംഎച്ചിന്റെ ഒരു ഇംഗ്ലീഷ് സ്പീച്ച് കേട്ടാലോ? Hi friends, I'm Nafsia MS from Chennai. I'm standing before you to present a
speech about the specialty of this day. We all know that it's 73rd Independence Day of our country. First of all, I would like to wish a very happy Independence Day. Do you know why this day is celebrated as Independence Day? Yes, we got freedom. And to remind all bravery people who fight for the independence of the country. We are born in an independent country. Hence, probably understand a very little about inside or being governed by a foreign power. The founding father of nation, among which me, a numerous freedom fighters who gave their lives for our country and wanted this nation to be independent and happy. Independence held a lot of significance in their lives of Indians as on this day. We got freedom fighters and great leaders like Mahatma Gandhi, Pandit Jawaharlal Nehru, Netaji Subhash Chandra Bose, Lala Lajpat Rai and many more. They all sacrificed their lives to get independence from British who ruled the country for more than 200 years. People hold the flag and recite the national anthem this day. Independence Day also is a very important day to keep the spirit of patriotism alive and at the same time to enjoy the spirit of freedom. Since independence, our country has developed in the field of agriculture, education, manufacturing, science and technology, even in sports. But at the same time, India is facing a long list problems like terrorism, overpopulation, poverty, corruption, and inequality, etc. Let us pledge together to do our best and overcome these problems. Now it's our chance to continue the legends of doing something great for our next generation. Let's all salute today people who fought for the independence to the country and dedicate ourselves to service the great nation. Once again, a very happy Independence Day. Thank you all. Jai Hind and Jai Bharat. ഇനി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി ലാലാ ലജ്പത് റായിയുടെ ജീവചരിത്രവുമായി 9ൽ പഠിക്കുന്ന ആഷ്മി ജി സുനീർ നമ്മുടെ മുന്നിൽ. നമസ്കാരം, ഞാൻ ആഷ്മി ജി സുനീർ. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ഒരാളായ ലാലാ ലജ്പത് റായിയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രവർത്തകനായിരുന്നു ലാലാ ലജ്പത് റായ്. ബ്രിട്ടീഷ് രാജിനെതിരെയുള്ള രാഷ്ട്രീയ പടനീക്കത്തിൽ പ്രധാനിയായിരുന്നു അദ്ദേഹം. അടുപ്പമുള്ളവർ ലാലാജി എന്നാണ് ഇദ്ദേഹത്തെ വിളിച്ചിരുന്നത്. പഞ്ചാബിലെ സിംഹം എന്ന അപരനാമത്തിലും അറിയപ്പെട്ടിരുന്ന ഇദ്ദേഹം പഞ്ചാബ് നാഷണൽ ബാങ്ക്, ലക്ഷ്മി ഇൻഷുറൻസ് കമ്പനി എന്നീ സ്ഥാപനങ്ങളുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്നു. 1865 ജനുവരി 28 ബ്രിട്ടീഷ് ഇന്ത്യയിലെ പഞ്ചാബിലുള്ള ദുതികെ എന്ന സ്ഥലത്താണ് ലാല ജനിച്ചത്. രാധാകൃഷ്ണൻ ആസാദും ഗുലാബ് ദേവിയുമായിരുന്നു മാതാപിതാക്കൾ. ഹിന്ദുമതത്തിൽ പ്രമുഖരായവരുടെ പേരിനുകൂടെ ചേർക്കുന്ന പദമായിരുന്നു ലാല എന്നത്. ആര്യ സമാജത്തിന്റെ ഒരു പ്രവർത്തകനായിരുന്നു ലാല. സമാജത്തിന്റെ മുഖപത്രമായിരുന്ന ആര്യ ഗസറ്റിന്റെ പത്രാധിപരും കൂടിയായിരുന്നു ലാല. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളിൽ പഞ്ചാബിൽ നിന്നുമുള്ള മുന്നേറ്റങ്ങളും നയിച്ചിരുന്നത് ലാല ആയിരുന്നു. ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ്, ബാലഗംഗാധർ തിലകൻ ഈ 3 പേരും കോൺഗ്രസിലെ തീവ്ര ഇടതുപക്ഷമായി അറിയപ്പെട്ടു. ഇവരെ ലാൽ പാൽ ബാൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എന്റെ ശരീരത്തിലേൽക്കുന്ന ഓരോ പ്രഹരവും ബ്രിട്ടന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയാണ്. റായ് ലാഹോർ പ്രക്ഷോഭത്തിൽ വെച്ച് പോലീസിന്റെ മർദ്ദനത്തിനിടയിൽ പറഞ്ഞ വാക്കുകളാണ്. 1928 ഒക്ടോബർ 30 സൈമൺ കമ്മീഷൻ ലാഹോർ സന്ദർശിച്ചപ്പോൾ ലാലാ ലജ്പത് റായിയുടെ നേതൃത്വത്തിൽ സമാധാനപരമായ ഒരു ജാഥ സംഘടിപ്പിക്കുകയുണ്ടായി. സമാധാനപരമായി നീങ്ങിക്കൊണ്ടിരുന്ന ജാഥയ്ക്കെതിരെ ലാത്തി ചാർജ് നടത്താൻ അന്നത്തെ പോലീസ് സൂപ്രണ്ടായിരുന്ന ജെയിംസ് എ സ്കൗട്ട് ഉത്തരവിട്ടു. മർദ്ദനത്തിൽ റായിയുടെ ആരോഗ്യസ്ഥിതി വഷളാവുകയും 1928 നവംബർ 17 അദ്ദേഹം അന്തരിക്കുകയും ചെയ്തു.
സ്കൗട്ടിന്റെ മർദ്ദനത്തെ തുടർന്നാണ് റായ് ഗുരുതരാവസ്ഥയിലായതെന്നും ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് രാഷ്ട്രീയ നേതാക്കൾ ബ്രിട്ടീഷ് പാർലമെന്റിൽ പരാതി നൽകിയെങ്കിലും റായിയുടെ മരണത്തിൽ യാതൊരു പങ്കുമില്ലെന്ന് പറഞ്ഞ് അവർ പരാതി തള്ളിക്കളഞ്ഞു. നന്ദി. അടുത്തതായി ഒരു ഇംഗ്ലീഷ് സ്പീച്ച് അവതരിപ്പിക്കാനായി 9 നിന്നും നൈഷാന എത്തുന്നു. Good morning to all my respected teachers, parents and your friends. Today we have gathered here to celebrate this great national event. As we all know that India's Independence Day is an auspicious occasion for all of us. India's Independence Day is the most important day for all the Indian citizens and has been mentioned forever in the history. It is the day we got freedom from the British rule after many years of hard struggle by the great freedom fighters of India. We celebrate Independence Day every year on 15th of August to remember the first day of freedom of India, as well as remember all the sacrifices of the great leaders who have sacrificed their lives in getting freedom for India. India got independence on 15th of August in 1947 from the British rule. After independence, we got all the fundamental rights in our own nation. We all should feel proud to be an Indian and admire our fortune that we took birth on the land of independent India. History of slave India reveals everything that how our ancestors and forefathers worked hard and suffered all the brutal behaviors of Britishers. We cannot imagine by sitting here that how hard the independence was for India from the British rule. It took sacrifices of lives of many freedom fighters and several decades of struggle from 1857 to 1947. An Indian soldier, Mangal Pandey, in the British force, had first raised his voice against Britishers for the independence of India. Later, several great freedom fighters had struggled and spent their whole life only for getting freedom. We can never forget the sacrifices of the Bhagat Singh, Khudiram Bose and Chandrasekhar Azad, who had lost their lives in early age just for fighting for their country. How can we ignore all the sacrifices of Netaji and Gandhiji? Gandhiji was a great Indian personality who taught India's a big lesson of non-violence. He was the one and only who led India to get freedom with the help of non-violence. Finally, the result of long years of struggle came in front of 15th of August 1947 when India got freedom. We are so lucky that our forefathers had given us the land of peace and happiness where we can sleep the whole night without fear and enjoy the whole day in our school or home. We have fully rights to choose our government and enjoy the largest democracy in the world. Yes, we are free and have complete freedom. However, we should not understand ourselves responsibilities towards our country. As being responsible citizens of the country, we should be always ready to handle any emergency in our country. Jai Hind, Jai Bharat. Thank you. പത്തിടിയിൽ നിന്നും മലയാളം പ്രസംഗവുമായി മെഹർ മുഹമ്മദ് നമ്മുടെ മുന്നിലെത്തി. നമസ്കാരം. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, HM, അധ്യാപകർ, അനധ്യാപകർ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആദ്യമായി എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു. ഇന്ന് നാം സ്വാതന്ത്ര്യ ദിനത്തിന്റെ 73 വർഷങ്ങൾ പിന്നിടുകയാണ്. എല്ലാ വർഷവും നാം ഒരുമിച്ച് ആഘോഷിക്കുകയാണ് പതിവ്. എന്നാൽ ഈ വർഷം ഒന്നിച്ച് ആഘോഷിക്കാനോ ഒന്നിച്ച് നമ്മുടെ സന്തോഷം പങ്കിടാനോ സാധിക്കുന്നില്ല. കൊറോണ എന്ന മഹാമാരി ഈ ലോകത്തെ പിടിച്ചുവച്ചിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയിലും ഈ അവസ്ഥയെ നേരിടുകയാണ്. നാം വസിക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തിലും ഇതേ അവസ്ഥ തന്നെയാണ്. ലക്ഷക്കണക്കിന് പേരുടെ ജീവനെടുത്ത ഈ മഹാമാരിയിൽ നിന്നും നമ്മുടെ ലോകം അതിജീവിക്കട്ടെ. ഈ ദുരന്തങ്ങൾക്കിടയിൽ ജീവൻ പൊലിഞ്ഞു പോയ ഓരോ വ്യക്തികൾക്കും ഞാൻ എൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. 1947 ഓഗസ്റ്റ് 15-നാണ് നാം സ്വതന്ത്രരായത്. ഈ സാഹചര്യത്തിലും അത് നേടിത്തന്നവരെ നാം ഓർക്കേണ്ടതുണ്ട്. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സ്വാതന്ത്ര്യം എങ്ങനെയായിരുന്നു നാം ചിന്തിക്കേണ്ടതുണ്ട്. എല്ലാ വർഷവും ഈ ദിനം ഓരോ ഭാരതീയനും വളരെ അഭിമാനപൂർവമായ മുഹൂർത്തമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യക്കാർക്ക് ബ്രിട്ടീഷുകാരുടെ അടിമയാവേണ്ട കാലഘട്ടമുണ്ടായിരുന്നു. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കഠിന പോരാട്ടം മൂലം നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ഇന്ന് എല്ലാ മേഖലയിലും സ്വാതന്ത്ര്യമുണ്ട്. വിദ്യാഭ്യാസം, കായികം, വ്യവസായം, ഗതാഗതം തുടങ്ങി എല്ലാ മേഖലകളിലും. എന്നാൽ 1947 മുമ്പ് ആ സ്ഥിതി അല്ലായിരുന്നു. ഒന്നിനും ഒരു ഇന്ത്യക്കാർക്കും അവകാശമില്ല. ബ്രിട്ടീഷുകാരുടെ കയ്യിലെ ചലിക്കുന്ന പാവകൾ മാത്രമായിരുന്നു ഇന്ത്യക്കാർ.
ഇന്ന് നാം പൂർണ്ണമായി സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. ഈ വേളയിൽ അത് നേടിത്തന്ന ഓരോ നേതാക്കൾക്കും നാം ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തേണ്ടതുണ്ട്. കാരണം സ്വതന്ത്രമായി വിദ്യ അഭ്യസിക്കാനോ നല്ല ഭക്ഷണം കഴിക്കാനോ നല്ല വസ്ത്രം ധരിക്കാനോ കഴിയാതെ അടിമകളെ പോലെ കഴിഞ്ഞു വന്ന കാലം വിദൂരമായിരിക്കുന്നു. ഇതിനു പുറകിൽ സഹനത്തിന്റെയും സത്യത്തിന്റെയും കരങ്ങളുണ്ട്. അഹിംസയുടെ സഹനങ്ങളുണ്ട്. സത്യത്തിന്റെ മാർഗങ്ങളുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളായ മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്, ജവഹർലാൽ നെഹ്റു, ഭഗത് സിംഗ് തുടങ്ങിയ നിരവധി നേതാക്കളുടെ പോരാട്ട ഫലമായി നമുക്ക് ലഭിച്ച സമ്മാനമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. ഗാന്ധിജിയുടെ സ്വപ്നമായ സത്യത്തിന്റെയും സഹനത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരു സ്വതന്ത്ര ഭാരതമാണ് നാം പടുത്തുയർത്തേണ്ടത്. അതിനുവേണ്ടി ഓരോ ഇന്ത്യക്കാരും പ്രയത്നിക്കണം. അനീതികളിൽ നിന്നും നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കേണ്ടത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ്. ഗാന്ധിജിയുടെ സ്വപ്നം നമ്മുടെയും സ്വപ്നമായി മാറണം. ഇന്ത്യയുടെ മഹത്വം എന്നും ഇങ്ങനെ തന്നെ ഉയർന്നു നിൽക്കട്ടെ. ഓരോ സ്വാതന്ത്ര്യ ദിനത്തിലും ഇന്ത്യയുടെ മഹത്വം വർദ്ധിക്കണം. അതിൽ ഓരോ പൗരനും അഭിമാനിക്കണം. നമ്മുടെ ഈ മൂവർണ്ണ കൊടി ആകാശത്തിന് കീഴെ വളരെ ഭംഗിയായി പാറി നടക്കട്ടെ. COVID-19 എന്ന മഹാമാരിയിൽപ്പെട്ട് ദുരിതം അനുഭവിക്കുന്ന ഓരോ ഭാരതീയനും ഈ സ്വാതന്ത്ര്യ ദിനം ആശ്വാസമാകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓരോ വ്യക്തികൾക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു. ജയ് ഹിന്ദ്. പത്തച്ചിൽ പഠിക്കുന്ന നിഹാല ഫാത്തിമയും അവന്തികയും നമുക്കായ ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ക്വിസ് പ്രോഗ്രാം തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്കത് കാണാം. സ്വാതന്ത്ര്യ സമര സേനാനി വേലു നാച്ചിയാറിന്റെ ജീവചരിത്രവുമായി എത്തുന്നു. ഏവർക്കും എന്റെ വിനീതമായ നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഇതാ വീണ്ടും ഒരു സ്വാതന്ത്ര്യ ദിനം വന്നെത്തിയിരിക്കുകയാണ്. സാധാരണ എല്ലാ കൊല്ലവും നാം സ്കൂളുകളിൽ ചെന്ന് ദേശീയ പതാക ഉയർത്തി ദേശീയ ഗാനവും ആലപിച്ച് കൂട്ടുകാരോടൊപ്പം ആഹ്ലാദം പങ്കിട്ട് മഹാന്മാരെ കുറിച്ചുള്ള പ്രസംഗങ്ങളും കേട്ട് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയായിരുന്നു പതിവ്. എന്നാൽ എല്ലാ വർഷത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായാണ് നാം ഇക്കൊല്ലത്തെ സ്വാതന്ത്ര്യദിനത്തെ വരവേൽക്കുന്നത്. നാം എല്ലാവരും ഇപ്പോൾ കൊറോണ മഹാമാരിയുടെ പിടിയിലകപ്പെട്ട് സ്വന്തം വീടുകളിൽ കഴിയുകയാണ്. അതിനാൽ ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനം നാം നിശബ്ദമായി സ്വന്തം വീടുകളിൽ ഇരുന്ന് ആഘോഷിക്കുകയാണ്. സാധാരണ എല്ലാ സ്വാതന്ത്ര്യ ദിനത്തിലും വളരെ പ്രശസ്തരായ സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ചാണ് നാം ഓർത്തിരുന്നത്. എന്നാൽ നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അധികം അറിയപ്പെടാതെ പോയ ധീരപ്രതിഭകളും ഉണ്ട്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവരിൽ ഒരാളായ ധീരവനിതയെ പരിചയപ്പെടുത്തുവാൻ പോവുകയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വീരവനിതകളെ കുറിച്ച് ഓർക്കുമ്പോൾ പലരുടെയും മനസ്സിൽ ആദ്യം എത്തുന്ന പേര് ഝാൻസി റാണിയുടേതായിരിക്കും. എന്നാൽ ഝാൻസി റാണിക്കും 70 വർഷം മുൻപേ ബ്രിട്ടീഷുകാരുമായി പടപൊരുതിയ ധീര വനിതയാണ് തമിഴ്നാട്ടിലെ വേലു നച്ചിയാർ. ബ്രിട്ടീഷുകാരുമായി യുദ്ധം ചെയ്ത ആദ്യ ഇന്ത്യൻ രാജ്ഞിമാരിൽ ഒരാളും തമിഴ്നാട്ടിൽ വെള്ളക്കാരെ വെല്ലുവിളിച്ച ആദ്യ വിപ്ലവകാരികളിൽ ഒരാളുമാണ് വേലു നച്ചിയാർ.
തമിഴ്നാട്ടിലെ രാമനാഥപുരം രാജകുടുംബത്തിൽ 1730 വേലു നച്ചിയാർ ജനിച്ചു. ആൺമക്കളില്ലാത്തതിനാൽ ഒരു രാജകുമാരനെ പോലെയാണ് മകളെ മാതാപിതാക്കൾ വളർത്തിയത്. ബാല്യത്തിലെ കുതിരസവാരിയും ആയോധന കലകളും അഭ്യസിച്ച നച്ചിയാർ ഫ്രഞ്ച്, ഇംഗ്ലീഷ്, ഉറുദു ഭാഷകളും പഠിച്ചു. ശിവഗംഗയിലെ രാജാവ് വിവാഹം ചെയ്തതോടെ നച്ചിയാർ ശിവഗംഗയിലെ രാജ്ഞിയായി. ഭർത്താവിനെ വധിച്ച് ബ്രിട്ടീഷുകാർ ശിവഗംഗയുടെ ഭരണം പിടിച്ചെടുത്തപ്പോൾ അവർക്കെതിരെ പോരാടാൻ നച്ചിയാർ തീരുമാനിച്ചു. എന്നാൽ ബ്രിട്ടീഷുകാരെ എതിർക്കാനുള്ള സേനാബലം അപ്പോൾ അവർക്കുണ്ടായിരുന്നില്ല. തുടർന്ന് തന്റെ വിശ്വസ്തരുടെ ഉപദേശപ്രകാരം ശിവഗംഗയിൽ നിന്നും രക്ഷപ്പെട്ട വേലു നച്ചിയാർ ഏതാനും വർഷം ഒളിവിൽ കഴിഞ്ഞു. ഈ കാലയളവിൽ അവർ മൈസൂർ സുൽത്താൻ ഹൈദരാലിയോട് സഖ്യമുണ്ടാക്കുകയും അദ്ദേഹത്തിന്റെ സഹായത്തോടെ ഒരു ചെറു സൈന്യം കെട്ടിപ്പടുക്കുകയും ചെയ്തു. 1780 നടന്ന യുദ്ധത്തിൽ റാണി ബ്രിട്ടീഷ് സൈന്യത്തെ പരാജയപ്പെടുത്തി ശിവഗംഗയുടെ അധികാരം തിരികെ പിടിച്ചു. ചാവേർ പടയാളിയെ വിട്ട് ബ്രിട്ടീഷുകാരുടെ ഒരു വൻ ആയുധശേഖരം കത്തിച്ചു ചാരമാക്കിയ ചരിത്രവുമുണ്ട് വേലു നച്ചിയാർക്ക്. ഉടയ്യാൾ എന്ന പേരിൽ ഒരു വനിതാ സൈന്യത്തിനും അവർ രൂപം കൊടുത്തു. ബ്രിട്ടീഷുകാരിൽ നിന്നും പിടിച്ചെടുത്ത ശിവഗംഗ 10 വർഷത്തോളം ഭരിച്ച ശേഷം തന്റെ വിശ്വസ്തരായ മരുതു സഹോദരങ്ങൾക്ക് രാജാധികാരം കൈമാറി. ഭാരതം കണ്ട ആ ധീര വനിത 1796 അന്തരിച്ചു. ഇന്നത്തെ സ്വാതന്ത്ര്യദിനം നമുക്ക് നമ്മുടെ വീടുകളിൽ ഇരുന്ന് ആഘോഷിക്കാം. കൊറോണ മഹാമാരിയിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യത്തിന് നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. പഠിക്കുന്ന അനഘയെ അടുത്തതായി ഒരു ഇംഗ്ലീഷ് സ്പീച്ച് അവതരിപ്പിക്കാനായി ഞാൻ ക്ഷണിക്കുന്നു. Great morning to my regarded teachers and my dear friends and all the people associated with me. Independence Day was one of the honorable celebration of our nation, and all the people's pride to celebrate Independence Day on August 15 in every year when we got independence from the British ruling in 1947. Now we are celebrating our 74th Independence Day. Irrespective of caste, creed, religion, all are will be celebrate Independence Day as honor to our nation. The people across from India celebrate Independence Day as festival of all. After the independence, we got our fundamental rights on our nation, to be said in our motherland. We should proud to be an Indian and admire our fortune that take birth on the land of independent India. The history of slave India reveals everything, how hard our forefathers and ancestors struggled for Indian independence. We cannot imagine that by sitting here how hard is the independence from the British brutal behaviors rulers. It took sacrifice of many freedom fighters' lives, and it is several decades of struggle from 1857 to 1947. Some of the great freedom fighters of India are Mahatma Gandhi, Netaji, Subhash Chandra Bose, Jawaharlal Nehru, Lala Lajpat Roy, Bhagat Singh, Gaudhi Rama Bose, and Chandrasekhar Azad, and the famous patriots who struggled their life for the Indian independence till the end of their life. Now, we cannot imagine that horrible situation struggled by or faced by our forefathers. Now, after many years of independence of our country is a well-established democratic country all over the world. Gandhiji was a great leader who gave a way of effective freedom that like ahimsa and satyagraha methods. He also dreamed to be a independent India with non-violence and peace. We should all today being highly responsible and well-educated citizen of tomorrow India. We should sincerely perform our duty and wear its citizen. We should always be ready to save it from the bad people. Thank you. തീർത്ഥാജി പ്രശാന്ത് നമുക്കായി ഒരു മലയാളം പ്രസംഗം അവതരിപ്പിക്കുന്നു. നമസ്കാരം, ഞാൻ തീർത്ഥാജി പ്രശാന്ത്. നെടുമങ്ങാട് ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് സ്വാതന്ത്ര്യദിനത്തെക്കുറിച്ച് സംസാരിക്കുവാനാണ്. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിലാണ് ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വതന്ത്രരായത്. ഇതിൻ്റെ അനുസ്മരണയ്ക്കായാണ് നാം ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനമായി കൊണ്ടാടുന്നത്. സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട് അടിമകളായി കഴിയേണ്ടി വരുമ്പോഴാണ് സ്വാതന്ത്ര്യം എത്രയോ മഹത്തരം എന്ന ഉൾക്കാഴ്ച നമ്മിലുണ്ടാവുന്നത്. സ്വാതന്ത്ര്യം തന്നെ ജീവിതം, സ്വാതന്ത്ര്യം തന്നെ അമൃതം, പാരതന്ത്രം മാനികൾക്ക്
മൃതിയേക്കാൾ ഭയാനകം. കുമാരനാശാന്റെ ഈ വരികൾ എത്രയോ അർത്ഥവത്താണ്. ന്യൂഡൽഹിയിലെ ചരിത്രപ്രസിദ്ധമായ ചെങ്കോട്ടയിലാണ് സ്വാതന്ത്ര്യദിന പരിപാടികൾ നടക്കുന്നത്. സൈന്യത്തിന്റെ 3 വിഭാഗത്തിന്റെയും സല്യൂട്ടും ഗാർഡ് ഓഫ് ഓണറും പ്രധാനമന്ത്രി സ്വീകരിക്കും. ദേശീയ പതാക ഉയർത്തിപ്പിടിക്കും. ദേശീയ ഗാനം ആലപിക്കും. തുടർന്ന് പ്രധാനമന്ത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. മുഖ്യമന്ത്രിമാരും മറ്റു മന്ത്രിമാരും നാടിനെ അഭിസംബോധന ചെയ്യും. സംസ്ഥാന തലങ്ങളിലും നഗരങ്ങളിലും സ്കൂളുകളിലും ഓഫീസുകളിലും സ്വാതന്ത്ര്യദിന പരിപാടികളും മറ്റു പരിപാടികളും ഉണ്ടാകും. ഈ കൊറോണ കാലത്ത് പക്ഷേ നമുക്ക് അതിനൊന്നും പറ്റാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികൾ വീട്ടിലിരുന്നാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. സ്വാതന്ത്ര്യദിനത്തിൽ മുഴുകിയിരിക്കുമ്പോഴും നമുക്ക് ഈ സ്വാതന്ത്ര്യം നേടിത്തന്ന ധീരദേശാഭിമാനികളെ നാം കൃതജ്ഞതയോടെ സ്മരിക്കണം. സ്വാതന്ത്ര്യവും ജനാധിപത്യത്തിന്റെ മൂല്യവും കഴിഞ്ഞ തലമുറയുടെ ത്യാഗവും നമ്മുടെ നാടിനോടുള്ള ഉത്തരവാദിത്വവും സ്വാതന്ത്ര്യദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ സ്വാതന്ത്ര്യം ഇന്നും നിലനിൽക്കുന്നതിന്റെ കാരണം അത് നേടിയെടുത്തത് അഹിംസയിലൂടെ എന്നതുകൊണ്ട് മാത്രമാണ്. ഹിംസ കൊണ്ട് നേടുന്നതെല്ലാം അതിലും വലിയ ഹിംസയാൽ തട്ടിപ്പറിക്കപ്പെടുമെന്ന് നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി നമ്മെ ഓർമ്മിപ്പിച്ചിരുന്നു. ലക്ഷ്യവും മാർഗവും ശുദ്ധമായിരിക്കണമെന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു. നമ്മുടെ മാതൃഭൂമിയുടേതായ ഇത്തരം ആത്മചൈതന്യങ്ങൾക്ക് അപജയമൊന്നും സംഭവിക്കാതിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നമുക്ക് ലഭ്യമായിരിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തെ ഒന്നിനു വേണ്ടിയും പണയം വെക്കില്ലെന്നും ഇതിന് ഹാനികരമായൊന്നും ചെയ്യില്ലെന്നും നമുക്ക് ഈ ദിവസത്തിൽ പ്രതിജ്ഞയെടുക്കാം. നമ്മുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ മരിച്ചുകൊണ്ടിരിക്കെ നമുക്ക് ജീവിക്കുവാനും നാം ജീവിച്ചിരിക്കെ ഇന്ത്യ മരിക്കുവാനും അനുവദിക്കാതിരിക്കാം. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. വീണ്ടും നമുക്ക് മുന്നിൽ 9ൽ പഠിക്കുന്ന മീനാക്ഷി പി നായർ ദേശഭക്തി ഗാനവുമായി എത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ദേശഭക്തി ഗാനം ആലപിക്കുന്നു. വിശ്വമോഹന ഹൃദയ സംസ്കൃതി ഒത്തുചേർന്നൊരു ഭാരതം, നിത്യഭാസുരവേദചാരുത പൂത്തുലഞ്ഞൊരു ഭാരതം. വിശ്വമോഹന ഹൃദയ സംസ്കൃതി ഒത്തുചേർന്നൊരു ഭാരതം, നിത്യഭാസുരവേദചാരുത പൂത്തുലഞ്ഞൊരു ഭാരതം. ജാതിഭേദ മതാന്ത ചിന്തകൾ മാഞ്ഞുപോയൊരു ഭാരതം, സത്യധാർമ്മിക മൂല്യ സംഹിത എന്നുമിവിടെ സനാതനം. ഭാരതം ഭാരതം മനോഹരം മനോഹരം, പുണ്യഭാരതം പുണ്യഭാരതം പരിപാവനം. വിശ്വമോഹന ഹൃദയ സംസ്കൃതി ഒത്തുചേർന്നൊരു ഭാരതം, നിത്യഭാസുരവേദചാരുത പൂത്തുലഞ്ഞൊരു ഭാരതം. ഇരവിലും പകലിലും ഹൃദയമാം വേദിയിൽ ശുഭശ്രുതി മനോഹര സ്നേഹഗാഥകളെഴുതുമീ നാമം. അതു കേട്ടു വളരുകയാണു നശ്വര വജസിൽ ഈ ലോകം. വേഷഭാഷകളധികമെങ്കിലും ഒറ്റ ജനതയിതത്ഭുതം. വേഷഭാഷകളധികമെങ്കിലും ഒറ്റ ജനതയിതത്ഭുതം. ഭാരതം ഭാരതം മനോഹരം മനോഹരം, പുണ്യഭാരതം പുണ്യഭാരതം പരിപാവനം. വിശ്വമോഹന ഹൃദയ സംസ്കൃതി ഒത്തുചേർന്നു
കാത്തൊരു ഭാരതം നിത്യഭാസുരവേദചാരുത പൂത്തുലഞ്ഞൊരു ഭാരതം. ഒൻപതിൽ പഠിക്കുന്ന ധ്വനി സജീവിനെ ഹിന്ദി സ്പീച്ച് അവതരിപ്പിക്കാനായി ഞാൻ ക്ഷണിക്കുന്നു. मेरा प्यारे शिक्षकों और मेरे दोस्तों के संपर्क में, मेरा नाम ध्वनि सजीव है। मैं गवर्नमेंट गर्ल्स हाई सेकेंडरी स्कूल नड़मंगाड़ में 9वीं कक्षा में पढ़ रही है। मैं स्वतंत्र दिवस के बारे में बात करने के लिए आया हूँ। प्रत्येक वर्ष की तरह इस वर्ष भारत 15 अगस्त के अपना स्वतंत्र दिवस मन रहा है। इस दिन ही हमारा देश को वर्ष की गुलामी के बाद आजादी मिली थी। हम सभी लोगों 15 अगस्त के दिन को मिलजुल कर मनाता है। हालांकि इस वर्ष कोरोना महामारी फैली हुई है, लेकिन फिर भी स्वातंत्र्य को लेकर अपना विचार व्यक्त करना चाहता है। इसके साथ इस मौका पर कुछ न कुछ बोलने भी चाहता है। इस पोस्ट के माध्यम से आप सबके स्वतंत्र दिवस पर पावन की जानकारी मिल जाएगी। स्कूल कॉलेज कार्यालय में ऑनलाइन पावन प्रतियोगिता का आयोजन किया जा सकता है। इसके साथ ही कहा जा रहा है, मैं अपना शब्द को रोक देता हूँ। सभी लोगों को मेरा धन्यवाद। जय हिंद, जय भारत. അടുത്തതായി 9ൽ പഠിക്കുന്ന മുത്തുലക്ഷ്മി JPയെ മലയാളം പ്രസംഗം അവതരിപ്പിക്കാനായി ഞാൻ വെർച്വൽ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും പതിറ്റാണ്ടുകൾ നീണ്ട സമരമുറകളിലൂടെ ഭാരതം സ്വതന്ത്രമായ സുന്ദരദിനം. നൂറ്റാണ്ടുകളുടെ പോരാട്ടമാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരം. സ്വാതന്ത്ര്യം അമൂല്യമാണ്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്ന് ചിന്തിച്ച ഒരു തലമുറയുടെ ജീവൻ പണയം വെച്ച് പോരാടി നേടിയ സ്വാതന്ത്ര്യമാണ് നാം ഇന്ന് അനുഭവിക്കുന്നത്. അറിയപ്പെട്ടതും അറിയപ്പെടാത്തതുമായ ഒട്ടേറെ ധീര ദേശാഭിമാനികൾ തങ്ങളുടെ ജീവനും ജീവിതവും സമർപ്പിച്ച് കരുത്തരായ ബ്രിട്ടീഷ് ഭരണകൂടത്തെ അഹിംസയുടെയും സഹനത്തിന്റെയും പാതയിലൂടെ നേരിട്ട് നേടിയതാണ് നമ്മുടെ സ്വാതന്ത്ര്യം. ഇങ്ങനെ പൊരുതി നേടിയ നമ്മുടെ സ്വാതന്ത്ര്യത്തെ ജാതി, മതം, വർഗം, ദേശം, ഭാഷ എന്നിവയിലൂടെ ഭിന്നിപ്പിക്കുമ്പോൾ നിരർത്ഥകമാകുന്നത് ഓരോ സ്വാതന്ത്ര്യ സമര സേനാനിയുടെയും സ്വപ്നങ്ങളാണ്. ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത എന്നതാണ് നമ്മളുടെ ആപ്തവാക്യം. ഭാരതമാതാവിന്റെ കഴുത്തിലണിഞ്ഞ വിവിധ വർണ്ണങ്ങളാൽ അലങ്കരിച്ച ഒരു മാല പോലെ മനോഹരമാണ് ഭാരതത്തിലെ നാനാജാതി മതസ്ഥരും. നാനാത്വത്തിൽ ഏകത്വം, അതല്ലേ നമ്മെ ഭാരതീയരാക്കുന്നത്? ഗാന്ധിജിയുടെ സ്വപ്നം പോലെ അഹിംസയുടെയും സഹനത്തിന്റെയും ഒരു സ്വതന്ത്ര ഭാരതമാണ് നാം പടുത്തുയർത്തേണ്ടത്. എല്ലാ അനീതികളിൽ നിന്നും നമ്മുടെ രാജ്യത്തെ രക്ഷിക്കേണ്ടത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ്. ഗാന്ധിജിയുടെ സ്വപ്നം ശാക്തീകരിക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം. എല്ലാവർക്കും നല്ല ഒരു സ്വാതന്ത്ര്യ ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. സ്വാതന്ത്ര്യ സമര സേനാനി ഭഗത് സിംഗിന്റെ ജീവചരിത്രവുമായി എത്തുന്നു 10ൽ പഠിക്കുന്ന ഭാഗ്യരാജ്. നമസ്കാരം, എൻ്റെ പേര് ഭാഗ്യരാജ് യുവ. നെടുമങ്ങാട് ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഈ വരുന്ന ഓഗസ്റ്റ് 15-ാം തീയതി സ്വാതന്ത്ര്യദിനമാണ്. എല്ലാ വർഷവും നമ്മൾ സ്കൂളിൽ വെച്ചാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാറുള്ളത്. ഈ വർഷം നമ്മൾ വീട്ടിൽ നിന്ന് ആഘോഷിക്കേണ്ട സ്ഥിതിയാണ്. കോവിഡ് മഹാമാരി എന്ന മാരകമായ അസുഖം ഈ ലോകം മൊത്തം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ COVID-19 എന്ന മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനിയെയും ഞാൻ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഭഗത് സിംഗ് എന്ന സ്വാതന്ത്ര്യ സമര സേനാനിയെക്കുറിച്ച് ഞാൻ പറയുകയാണ്. പാകിസ്ഥാൻ്റെ ഭാഗമായ പഞ്ചാബിലെ ലൈപൂർ ജില്ലയിലുള്ള ബംഗാ ഗ്രാമത്തിലെ ഒരു സിഖ് കർഷക കുടുംബത്തിൽ 1907 സെപ്റ്റംബർ 28-നാണ് ഭഗത് സിംഗ് ജനിച്ചത്. അച്ഛൻ സർദാർ കിഷൻ സിംഗ്, അമ്മ വിദ്യാവതി. ഈ രണ്ട് ദമ്പതികളുടെ രണ്ടാമത്തെ പുത്രനാണ് ഭഗത്. ആദ്യത്തെ മകൻ ജഗത് സിംഗ് 11ാമത്തെ വയസ്സിൽ മരണമടഞ്ഞു. ഭഗത് സിംഗിൻ്റെ ജനന ദിവസം തന്നെയാണ് സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിൻ്റെ പേരിൽ തടവിലകപ്പെട്ടിരുന്ന പിതാവും 2 പിതൃ സഹോദരന്മാരും ജയിൽ മോചിതരാവുന്നത്. ഭാഗ്യമുള്ള കുട്ടി എന്ന അർത്ഥം വരുന്ന ബംഗോൾ ബാല എന്ന പേരിട്ടത് മുത്തച്ഛിയായിരുന്നു. ഈ പേരിൽ നിന്നുമാണ് പിന്നീട് ഭഗത് സിംഗ് എന്ന പേരുണ്ടാകുന്നത്. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത വിപ്ലവകാരികളിൽ ഒരാളായിരുന്നു ഭഗത് സിംഗ്. അധിനിവേശത്തിനെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച വിപ്ലവകാരിയായി അദ്ദേഹത്തെ കണക്കാക്കുന്നു. ലാഹോർ ഗൂഢാലോചനയിൽ പങ്കാളിയായ അദ്ദേഹത്തെ ബ്രിട്ടീഷ് സർക്കാർ വധശിക്ഷയ്ക്ക് വിധേയനാക്കി. തൻ്റെ ബാല്യകാലം മുതൽ തന്നെ ഭഗത് സിംഗ് ബ്രിട്ടീഷ് രാജിനെതിരെ പ്രവർത്തിച്ചിരുന്നു. അക്കാലത്ത് അദ്ദേഹം വായിച്ചിരുന്ന യൂറോപ്പിലെ വിപ്ലവ സംഘടനകളെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ അദ്ദേഹത്തെ അരാജകവാദത്തോട് അടുപ്പിച്ചു.
അക്രമരഹിതമായ സമരമാർഗങ്ങളെക്കാൾ സായുധ പോരാട്ടത്തിന് മുൻഗണന നൽകിയ അദ്ദേഹത്തെ ഇന്ത്യയിലെ ആദ്യ വിപ്ലവകാരി എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നു. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന വിപ്ലവ സംഘടനയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്നു ഭഗത് സിംഗ്. ലാഹോറിലെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞതുമായി ബന്ധപ്പെട്ടുണ്ടായ ലാഹോർ ഗൂഢാചരണ കേസിൽ അദ്ദേഹത്തെ പോലീസിന് കീഴടക്കി. പോലീസിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗമുണ്ടായിരുന്നുവെങ്കിലും തങ്ങളുടെ ആശയങ്ങളും ലക്ഷ്യങ്ങളും ബ്രിട്ടീഷ് അധികാരികൾ തിരിച്ചറിയട്ടെ എന്നു കരുതിയാണ് ഭഗത് സിംഗും കൂട്ടരും പോലീസിന് കീഴടങ്ങിയത്. ജയിലിൽ എല്ലാ തടവുകാർക്കും ഒരേ പരിഗണന ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഭഗത് സിംഗ് 63 ദിവസത്തെ നിരാഹാര സമരം നടത്തിയിരുന്നു. ഇത് അദ്ദേഹത്തിന് വളരെയധികം ജനസമ്മതി നേടിക്കൊടുത്തു. ജോൺ സൗണ്ടർ എന്ന പോലീസുകാരനുണ്ടായ വധക്കേസിലും ഭഗത് സിംഗിൻ്റെ പങ്കാളിത്തം തെളിയപ്പെട്ടു. ലാഹോർ ഗൂഢാചരണ കേസിൽ ഭഗത് സിംഗിനെ വിചാരണ ചെയ്യുകയും 23-ാമത്തെ വയസ്സിൽ വധശിക്ഷയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു. ഭഗത് സിംഗിൻ്റെ ജീവിതം പിന്നീട് ധാരാളം യുവാക്കളെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കടന്നുവരാൻ പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നു. 23 മാർച്ച് 1931 ഭഗത് സിംഗ് ഈ രാജ്യത്തോട് വിട പറഞ്ഞു. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുകയാണ്. കോവിഡ് മഹാമാരി എന്ന മാരകമായ അസുഖത്തെ നമ്മൾ പ്രതിഷേധിച്ചുകൊണ്ട് മുന്നേറുമെന്ന് കരുതിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇനി 9ഡിയിൽ പഠിക്കുന്ന അർച്ചന കൃഷ്ണയുടെ ഒരു ഇംഗ്ലീഷ് സ്പീച്ച് കേൾക്കാം അല്ലേ? Good morning, respected teachers and my dear friends. We are here to celebrate 74th Independence Day, and I am very happy to deliver a speech on this occasion. Today, we should feel proud of our independent nation. The day marks anniversary of national independence from the British Empire on 15 August 1947. We all know India became independent after a lot of hardship and sacrifices of brave Indian freedom fighters. We can only remember them and their deeds and make heartily salute while celebrating the independence. So it's an auspicious day for the peoples of India. Also, the entire nation celebrates this day with the full spirits of patriotism. Our land was productive. We had abundant minerals and drugs and spices. This made the British government capture our country. The peoples in our country, being illiterate and ignorant, were easily deceived by British and they conquered our kingdoms. We became slaves to the British government. Later, some eminent personalities like Mahatma Gandhi, Jawaharlal Nehru, Bhagat Singh and many more struggled along with the peoples of India and finally gained freedom. All over the country celebrate this national festival annually with lots of joy and patriotism. It was a great day for all Indians. When India's tricolor flag was unfolded by the first Prime Minister of India, Pandit Jawaharlal Nehru, at the Red Fort, Delhi. A huge celebration takes place in New Delhi at Rajpath every year where national anthem is sung after the flag hoisting by Prime Minister. Together with national anthem, salute through 21 guns firing and showering of flowers through helicopter is given to the national flag. Independence Day is national holiday. However, everyone celebrates this by hoisting the flag in schools, offices, etc. So we should feel proud to be an Indian and try our best to save honor of our country. Jai Hind. ഇതോടെ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ കലാപരിപാടികൾ അവസാനിക്കുകയാണ്. ഇനി ഒരു സ്വാതന്ത്ര്യദിന സന്ദേശവുമായി സജയൻ സാർ നമ്മുടെ മുന്നിലെത്തും. പ്രിയമുള്ളവരെ, നമ്മുടെ രാജ്യം 74ാം സ്വാതന്ത്ര്യദിനാഘോഷം ആചരിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ആശംസകൾ അറിയിക്കുകയാണ്. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നിസ്വാർത്ഥ സേവനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒത്തൊരുമയുടെയും ജനാധിപത്യത്തിൻ്റെയും സന്ദേശമാണ് സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ ധീരദേശാഭിമാനികൾ നമുക്ക് പകർന്നു തന്നത്. ഏതൊരു സാഹചര്യത്തിലും നമുക്ക് ഈ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം. നോക്കൂ, മാനവരാശിയെ ആകെ ബാധിച്ചിരിക്കുന്ന മഹാമാരിയുടെ ഈ സാഹചര്യത്തിലും നമുക്ക് വേണ്ടി നിസ്വാർത്ഥ സേവനം നടത്തുന്ന നമ്മളോടൊപ്പം നിൽക്കുന്ന ഏവർക്കും നന്ദി രേഖപ്പെടുത്താൻ കൂടി നമുക്ക് ഈ അവസരം വിനിയോഗിക്കാം. നമുക്ക് ആത്മധൈര്യത്തോടെ ഒത്തൊരുമിച്ച് മുന്നേറാം. വരും തലമുറകൾക്ക് നമ്മുടെ സ്നേഹ സന്ദേശം കൈമാറാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു സംരംഭത്തിന് ആശംസകൾ നേർന്ന എല്ലാവർക്കും, സന്ദേശം നൽകിയവർക്കും, ആത്മധൈര്യത്തോടെ ഈ സാഹചര്യത്തെ നേരിടുന്ന എൻ്റെ പ്രിയ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്.
നെടുമങ്ങാട് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ 2020 സോഷ്യൽ സയൻസ് ക്ലബ്ബ് വെർച്വൽ പ്ലാറ്റ്ഫോമിലൂടെ ആവിഷ്കരിച്ച ഈ സ്വാതന്ത്ര്യദിന പരിപാടി ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഇത്രയും നേരം നമ്മോടൊപ്പം ചെലവഴിച്ച് എല്ലാവർക്കും എൻ്റെ പേരിലും സോഷ്യൽ സയൻസ് ക്ലബിൻ്റെ പേരിലും ഞാൻ നന്ദി അർപ്പിക്കുന്നു. ആൻഡ് ദെൻ ദിസ് ഇസ് സൈനിങ് RJ Yamuna.